നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാമല്ലോ? അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞ അവിടുന്ന് ഇച്ചിരി മുമ്പോട്ട് വരാം. ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് യു ജനറേറ്റ് എ സ്പേസ് ട്രീ. ഫ്രം ദാറ്റ് സ്പേസ് ട്രീ യു അപ്ലൈ certain constraints. Based on that constraints you backtrack. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോ മുമ്പേ കണ്ടു n×n ക്യൂൻസ് പ്രോബ്ലം അല്ലെ 4×4 ക്യൂൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞ് ഒരു ഇത് കണ്ടു. അപ്പൊ ഈ 4×4 ക്യൂൻസ് പ്രോബ്ലത്തില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റോയുണ്ട്, 4 കോളം ഉണ്ട്. മോർ ദാൻ 1 ക്യൂവിനെ ഒരു റോയിലോ ഒരു കോളത്തിലോ ഡയഗണലോ ആയിട്ട് വെക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പേസ് ട്രീ വരച്ചു. സ്പേസ് ട്രീയിൽ നമ്മൾ കൺസ്ട്രെയിൻസ് കൊടുത്തു. കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ വേറൊരെണ്ണം കണ്ടു. ബാക്ക് ട്രാക്കിംഗ് തന്നെയാണ് കളറിംഗ് അൽഗോരിതം. ഇപ്പൊ കളറിംഗ് അൽഗോരിതത്തില് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഒരു അതിനകത്തൊരു ക്വസ്റ്റ്യൻ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കളർ കൊണ്ട് മിനിമം എത്ര കളർ കൊണ്ട് മാക്സിമം എത്ര ഏരിയാസിനെ കളർ ചെയ്യാം. അവിടെയും ബാക്ക് ട്രാക്ക് തന്നെയായിരുന്നു. ഏത് കളറും എവിടെ വേണേലും ചെയ്യാം എന്നുള്ള ബേസിൽ എടുത്തിട്ട് നമ്മൾ അവിടുത്തെ കൺസ്ട്രെയിൻസ് കൊടുക്കും. ഇതുപോലെ സം ഓഫ് സബ്സെറ്റ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഈ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ എന്തെന്ന് വെച്ചാൽ മോർ ദാൻ 1 സൊല്യൂഷൻ അറ്റ് എ ടൈം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ സൊല്യൂഷനിൽ നിന്ന് 2 or 3 സൊല്യൂഷനിൽ നിന്ന് നമുക്കുള്ളതായ ഒരു സൊല്യൂഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹ്യൂറിസ്റ്റിക്സ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ട് പോയാലും കറക്റ്റ് ആയിരിക്കും, എയിൽ നിന്ന് സിയിലേക്ക് പോയാലും കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ബിയും സിയും ലൈനോടായിട്ട് കിടക്കുകയായിരിക്കും. അതായത് എക്സാമിൻ ചെയ്യത്തക്ക നോഡായിട്ട് ബിയും സിയും കിടക്കുകയായിരിക്കും. അങ്ങനെ കിടക്കുന്ന ആ നോട്ട്സിൽ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ബിയോ സിയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, കാരണം അൽഗോരിതം അനുസരിച്ച് ഏത് വേണേൽ ചെയ്യാം, നമ്മളൊരു ഹ്യൂറിസ്റ്റിക്സ് വെച്ചായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നോക്കാനുള്ള ഒരു സംഗതിയാണ് ടെക്സ്റ്റ് സെർച്ചിങ് എന്ന് പറയും. ഒരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റിനകത്തുനിന്ന് നമുക്കൊരു സ്ട്രിങ്ങിനെ എങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം. അതിന് 1-2 അൽഗോരിതംസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഗ്രാഫ് അൽഗോരിതത്തിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ബാക്കി വരുന്നു. നമുക്കൊന്ന് നോക്കാം. അപ്പോഴേ ഞാൻ ഇതിപ്പോ ഒന്ന് ആ ടെക്സ്റ്റ് സെർച്ചിങ്ങിന്റെ ഞാനൊന്ന് ഓടിച്ചു പറയാം. ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാരണം ഇത് ഇച്ചിരി ഈസിയാണ്, മറ്റേത് കുറച്ചുകൂടെ ടഫാണ്. ഇതിന്റെ ഒന്ന് ഓടിച്ചു പറയാം. അതായത് ടെക്സ്റ്റ് സെർച്ചിങ് എന്ന് പറഞ്ഞാല് വി ക്യാൻ സെർച്ച് സ്ട്രിങ് ഫ്രം ഫസ്റ്റ് ലെറ്റർ ഓഫ് സ്ട്രിങ്. ഇപ്പൊ ABCDEFGH എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കിടക്കും. താഴെ DEF എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണേണ്ടത്. ABCDEFGH എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കിടക്കുന്നു. അവിടെ DEF എന്ന് പറഞ്ഞൊരു പാറ്റേൺ കാണും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എയും ഡിയും കൂടെ മാച്ച് ആകുമെന്നു സാധാരണ പറയും. അങ്ങനെ മാച്ച് ആകാതെ വരുമ്പോൾ നോ മാച്ച് ഫൗണ്ട് ബിറ്റ്വീൻ ഇറ്റ്, സോ മൂവ് ദ ലെറ്റർ റൈറ്റ് ബൈ 1 സ്റ്റെപ്പ്. അപ്പം ഈ ലെറ്റർ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതല്ല, ഇത് ബി. ഇതിങ്ങനെ മൂവ് ചെയ്യും. ബിയും ഡിയും കൂടെ നോക്കും, മാച്ച് ആകുമെന്ന് നോക്കും. ഇല്ല. അടുത്ത തവണ ഒന്നുകൂടെ നോക്കും, മാച്ച് ആവുന്നില്ല. പിന്നെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡിയും ഡിയും ഇയും എഫും കൂടെ മാച്ച് ആവും. മാച്ച് കൗണ്ട് ചെയ്യും. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ വെച്ചൊക്കെ ലെറ്റർ ഷിഫ്റ്റ് ചെയ്യുകയായിരിക്കും. ഇവിടെ നമുക്ക് മാച്ചായിട്ട് എണ്ണം കണ്ടാൽ പോയിന്റർ യൂസ് ചെയ്തുകൊണ്ടാണ് അടുത്തടുത്തോട്ട് പോകുന്നത്. പോയിന്ററിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോയിന്റർ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിലേക്ക് പിടിച്ചിരിക്കുന്ന ഒരു റെഫറൻസ്. ഇവിടെ ലെറ്റർ മാറ്റുമെങ്കിലും ഇവിടെ പോയിന്റർ ആണ് മാറ്റുന്നത്. അതായത് സാധാരണ പോയിന്റർ യൂസ് ചെയ്യുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്.
ഓക്കെ. ഇനി മറ്റൊന്ന് ABCD, ഇതുപോലെ തന്നെയാണ്. ഇത് ABCD, ഇതിനകത്തുനിന്ന് നമുക്ക് ABCDF എന്ന് പറഞ്ഞൊരു എണ്ണം കണ്ടുപിടിക്കാം. I എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിന്റെ പോയിന്ററും J എന്ന് പറയുന്നത് പാറ്റേണിന്റെ പോയിന്ററും. ABCDF I ഈസ് ഈക്വൽ ടു, എന്നിട്ട് നമ്മൾ നോക്കുക, I ഇതിന്റേതും J ഇതിന്റേതുമാണ്. അപ്പൊ I സ്ട്രിങ്ങിന്റെ A എടുക്കും, പാറ്റേണിന്റെ J എടുക്കും, മാച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഐയും ജെയും റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. I B ആകുന്നു, J B ആകുന്നു, മാച്ച് ചെയ്യുന്നു. പിന്നെ ഐയും ജെയും റൈറ്റിലേക്ക് കൊണ്ടുപോകും. I C ആകുന്നു, J C ആകുന്നു, I D ആകുന്നു, J D ആകുന്നു. പക്ഷേ I Aയും J Fഉം വരുമ്പം മിസ്മാച്ച് ആകും. ഈ സിറ്റുവേഷനാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ അത് മിസ്മാച്ച് ആകും. മിസ്മാച്ച് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, I അവിടെ തന്നെ നിന്നുകൊണ്ട് I അവിടെ നിൽക്കുന്നു. അപ്പം ഇത് മിസ്മാച്ച് ആയി കഴിഞ്ഞപ്പോൾ അപ്പം I Aയിലായിരുന്നു. എന്നിട്ട് മിസ്മാച്ച് ആയി കഴിഞ്ഞ ഉടനെ J എന്ത് ചെയ്യുമെന്നറിയാമോ? J ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും. I അവിടെ നിന്ന് മുമ്പോട്ട് പോയി Bയിൽ വരും. J ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും. I അവിടെ നിന്ന് മുമ്പോട്ട് പോയി Bയിൽ വരും. Bയിൽ വന്നിട്ട് പിന്നെ നോക്കും, I Bയും കൂടെ, അവിടെ വന്നു കഴിയുമ്പം Bയും Jയുടെ Aയും കൂടെ നോക്കും. പിന്നെയും മിസ്മാച്ച്. അപ്പൊ എത്ര തവണ, അതായത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ പിന്നെ J മുമ്പോട്ട് പോവുകയില്ല, J അവിടെ തന്നെ നിൽക്കും. I B ആകും, C ആകും, A ആകും. A ആകുമ്പോൾ മാച്ചായി. ഇവിടെ നിന്ന് A B C D F ഇത്രയും മാച്ച് വരും ഈ പാറ്റേൺ ഫൈൻഡിങ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇങ്ങോട്ട് വരാം, നമുക്കെല്ലാം കൂടെ പറയാം. പിന്നെയുള്ളത് KMD അൽഗോരിതം. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ലൈഡ് നോക്കുക, നിങ്ങളുടെ ബുക്കിലേക്കാളൊക്കെ ഈ സ്ലൈഡ് നോക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. ഇതിങ്ങനെ ഒരു വലിയ സ്ട്രിങ് ആണ്. ഈ സ്ലാഷ് ഒന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. ഈ സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് ABD എന്ന് പറയുന്ന ഒരെണ്ണത്തിനെ വേണം. ഈ ABD എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ നോക്കി, A ആദ്യം കാണുന്നുണ്ട്, നമ്മൾ 0 എന്ന്. B ആദ്യം കാണുക 0 എന്ന്. അത് കഴിഞ്ഞ് A കാണുക. Aയുടെ താഴെ ഇതുണ്ട്, ഇൻഡെക്സ് 1 2 3 4 5 എന്ന് വരും. ഈ ഇൻഡെക്സ് 1നെ Aയുടെ അവിടെ വന്നത്. പിന്നെ നമ്മൾ Bയെ കാണുക, B രണ്ടാമത് കാണുക. അവിടെ Bയുടെ ഇൻഡെക്സിന്റെ അവിടുത്തെ നമ്മൾ 2 ഇടും, Bയുടെ അവിടെ 0 ഇടും. എന്നിട്ട് ഇവിടെ J എന്നൊരു വാല്യൂ ഉണ്ട്, അത് 0, J 0. ഇത് 1 2 3 4 5 എന്ന് മുകളിലും കിടപ്പുണ്ട്, J 0 ഇടും. അതും കഴിഞ്ഞ് നമ്മൾ മാച്ചിങ് നോക്കുകയാണ്. ഐയും, അതായത് J 0 ആണ്. ഐയെ J+1 കൊണ്ടാണ് നോക്കുന്നത്. I ഇതാണ്, J+1 ഇതാണ്. Aയും കൂടെ മാച്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. ABB ABB Cയും Dയും കൂടെ വരുമ്പോൾ മിസ്മാച്ച് ആയി. Cയും Dയും കൂടെ വരുമ്പോൾ മിസ്മാച്ച് ആകുമ്പോൾ C അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ Jയുടെ വാല്യൂ പുറകോട്ട് വരും. അപ്പം J എന്നിട്ട് Jയുടെ വാല്യൂ പുറകോട്ട് വരും. Jയുടെ വാല്യൂ പുറകോട്ട് വരിക എന്ന് പറഞ്ഞാൽ J Bയിൽ നിന്നാണെങ്കിൽ Bയുടെ താഴത്തെ ഇൻഡെക്സും, ഈ ഇൻഡെക്സ് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു. ഈ ഇൻഡെക്സ് നോക്കുമ്പോൾ 2 ഇതാണ്, ഇത് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നോക്കും, ഇത് B ആണ്. അപ്പം ആ സമയത്ത് എന്നിട്ട് ഇത് ഒന്നുകൂടെ മുമ്പോട്ട് നോക്കും. മനസ്സിലായി? മുമ്പോട്ട് നോക്കുമ്പോൾ അതും മിസ്മാച്ച് ആണ്. I is equal to C ആണ്. ഇത് J+1 A മിസ്മാച്ച്. പിന്നെയും Jയെ ബാക്കിലോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട്. എന്നിട്ട് J ഒന്നുകൂടെ കൊണ്ടുപോകും, അപ്പോഴും ഇത് മിസ്മാച്ച് ആണ്. പിന്നെ ഇനി J പുറകോട്ട് പോകാൻ ഒരിടവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഐയെ റൈറ്റിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായി? ഐയെ റൈറ്റിലേക്ക് കൊണ്ടുവന്ന് Aയിൽ കൊണ്ടുപോകും. ഐയെ റൈറ്റിലേക്ക് കൊണ്ടുവന്ന് Aയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഐയെ റൈറ്റിലോട്ട് കൊണ്ടുവന്ന് Aയിൽ കൊണ്ടുവരും. പിന്നെ നോക്കാം, I J+1 A കിട്ടും, B J+1 B കിട്ടും, ഐയും സിയും കൂടെ J+1 A മിസ്മാച്ച് ആകും. പിന്നെയും J 0യിലേക്ക് വരും. I C ആണ്,
j+1 a ആകും. പിന്നെ പുറകോട്ട് വെക്കാൻ പറ്റിയല്ല. I മൂവ് ചെയ്യും. I a b a a പിന്നെ ഇവിടെ വരുമ്പോൾ b b j a ആകുമ്പോൾ d മിസ്മാച്ച്. പിന്നെ d മിസ്മാച്ച് ആകുമ്പോൾ j2ലേക്ക് വരും. ഇത് പിന്നെ മുമ്പോട്ട് വന്നിട്ട് മാച്ച് ചെയ്യും. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു തവണയും കൂടെ പറയാം, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ തീരുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ബാക്ക് ട്രാക്കിങ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രോബ്ലം ഒരു ഇത് എടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അതിനെ ബാക്ക് ട്രാക്ക് ചെയ്യാന്ന് പറയും. എന്നിട്ട് 4 ക്യൂൻസ് പ്രോബ്ലം കണ്ടു. 2 ക്യൂൻസിനെ സെയിം റോയിലോ സെയിം കോളത്തിലോ ഡയഗണലോ ആയിട്ട് വെക്കരുതെന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. 2വിലും 2 ആൻസേഴ്സ് നമുക്ക് കിട്ടി. 2വിലും 4ലും 1ലും 3ലും. ഇവിടെ ക്യൂൻസ് അറ്റാക്ക് ചെയ്യുന്നില്ല അല്ലെ? 2വിലും 4ലും 1ലും 3ലും വെച്ചു, ക്യൂൻസ് അറ്റാക്ക് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും വെച്ചു, 3ലും 1ലും 4ലും 2വിലും വെച്ചു, ക്യൂൻസ് അറ്റാക്ക് ചെയ്യുന്നില്ല. ഓക്കെ. ട്രീ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, പിന്നെ ഫസ്റ്റ് ക്യൂവിനെ ഏത് പിന്നെ കോളത്തിൽ വേണേ വരും. ഈ ഫസ്റ്റ് ലെവല് റോയെ കാണും. ഏത് കോളത്തിൽ വേണേ ഫസ്റ്റ് ക്യൂവിനെ വെക്കാം. 1ൽ വേണേ വെക്കാം, 2ൽ വേണേ വെക്കാം, 3ൽ വേണേ വെക്കാം, 4ൽ വേണേ വെക്കാം. അത് ഫസ്റ്റ് ലെവൽ. അടുത്ത ലെവലില് അടുത്ത റോയാണ്. അപ്പൊ 1ൽ 1നെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റിൽ ഇവിടെ ഒരെണ്ണത്തിനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരെണ്ണത്തിനെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ ഒരെണ്ണത്തിനെ വെച്ചു, ഇവിടെ ഒരെണ്ണത്തിനെ വെച്ചു. x1 = 1 2 3 4 എന്ന് നമ്മൾ കൊടുക്കും. അവിടെ 1 കൊടുക്കുന്നതിന്റെ താഴെ ഒരിക്കലും ഇനി 1 കൊടുക്കാൻ പറ്റുകയില്ല. കാരണം 1 കൊടുത്തു കഴിഞ്ഞാൽ സെയിം കോളം ആയിട്ട്. ശ്രദ്ധിക്കുക, 1 2 3. ഇവിടെ നോക്കിയേ, 2 ആണ് ഇവിടെ കൊടുത്തത്. 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ താഴെ കണ്ടോ 1 3 4. ഈ 3 കൊടുത്തത്. 2 കൊടുത്തപ്പോൾ 1 3 4. അതുപോലെ 3 കൊടുത്തപ്പോൾ 1 2 4. കാരണം എന്താണ്? ഇവിടെ വെക്കുന്നതിന്റെ തൊട്ട് താഴെ വെക്കാൻ പറ്റും. അപ്പം 1 ആണ് ഇത് വന്നതെങ്കിൽ ഇവിടെ 1 കൊടുക്കാൻ പറ്റില്ല. ആ കണ്ടീഷനും കൂടെ വന്നു കഴിയുമ്പോൾ സെയിം റോ സെയിം കോളം എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയാലും അത് മാത്രം പോരാ, 2 എണ്ണം ഡയഗണൽ ആകാനും പാടില്ല. അതായത് ഇത് 2 എണ്ണം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ അത് 2 റോ ആക്കുമ്പം 2 ലെവൽ ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇത് 2 എണ്ണം ആയി കഴിയുമ്പം ഇതിങ്ങനെ ഒരു കോളമാണ്. അപ്പോൾ x(1) = 1, താഴെ x(2) = x(1) 1 2 3, താഴെ x2 പിന്നെ x(1) 1 2 3 4 എന്ന് കൊടുക്കാം. അതിന് താഴെ x(2) 2 3 4 എന്നേ കൊടുക്കത്തുള്ളൂ. കാരണം എന്താണ്? x(2)നെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുകയില്ല. കാരണം അതപ്പോ എന്താ ചെയ്യും? സെയിം കോളത്തിലേക്ക്. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രീയിൽ വന്നിട്ട് ഈ ട്രീയിൽ ഇങ്ങനെ കൊടുത്തു, ഇതും കൊടുത്തു കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കി 1 ഇത് 2 3 ഇതിവിടെ നമ്മൾ വന്നു 2വിന് താഴെ 1 വന്നു. 2വിന് താഴെ 1 വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാ? ഇവിടെ വെച്ചതിന്റെ താഴെ ഇവിടെ 1 വന്നു. ഇത് ഇവിടെ 2 വെച്ചു, ഇവിടെ 1 വന്നു. ഡയഗണലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് ബാക്ക് ട്രാക്ക്.
ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം ബാക്ക് ട്രാക്ക് ചെയ്യും, എല്ലാം ബാക്ക് ട്രാക്ക് ചെയ്യിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ലാതെ വരുമ്പോഴോ ഫൈനൽ ആൻസർ 2 4 3 1 2 4 3 2 4 1 3 2 4 1 3. അതേപോലെ തന്നെ വേറെ ആൻസർ ആണ് 3 1 4 2. 3 1 4. അപ്പൊ ഇങ്ങനെ 3 1 4 ഇങ്ങനെ 3 1 4 2 ഈ ആൻസർ. എന്നാ നേരെ വെച്ചുണ്ടോ 3 1 4 2 ഇപ്പുറത്ത് കിടക്കുന്നുണ്ടോ 3 1 2. ഇനി വേണേ ഇങ്ങോട്ട് നമുക്ക് എന്നാ ചെയ്യാം 3 1 2 കഴിഞ്ഞ് 3 1 2. പിന്നെ ഇത് ഇങ്ങോട്ട് എടുക്കാത്തതിന് കാരണം എന്നതാ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ സെയിം കോളത്തിൽ 2 4 2-ൽ വന്നു 4-ൽ വന്നു പിന്നെ 2-ൽ വന്നു 4-ൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തേർഡിനെയും 2-ൽ വെക്കാൻ നോക്കുക. തേർഡിനെയും 2-ൽ വെക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ സെയിം കോളമായി പോയല്ലോ, അത് പറ്റിയല്ല. ഈ പിന്നെ ഇത് ഇങ്ങോട്ട് വരുന്നു 3 എന്ന്, അതിന്റെ ഒരു 3-യും ഇതും വരച്ചു. ഇത് ഞാൻ പറഞ്ഞ കളറിങ് അൽഗോരിതം. ഇതാണ് ബാക്ക് ട്രാക്കിങ്ങിന്റെ മറ്റേ ഒരു ഇത് വരുന്നത്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു, ലൈവ് നോഡ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ നോഡ് പറഞ്ഞു, ഡിഫറെന്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു, FIFO ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് പറഞ്ഞു, പിന്നെ ലൈവ് നോഡിനെ പറ്റി പിന്നെ അതെ ഇതുപോലെ തന്നെ FIFO BFS പറഞ്ഞു, DFS പറഞ്ഞു, സ്റ്റാക്ക് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ഇനി LC സെർച്ച് പറഞ്ഞു, മിനിമം കോസ്റ്റിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ മിനിമം കോസ്റ്റിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു, ഇവിടെ മിനിമം കോസ്റ്റിൽ നിന്ന് എടുക്കുന്നു. നമുക്കിനി ചെയ്യേണ്ടത് ഈ ഒരു ഇതാണ്. അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇത് ഒരു സാമാന്യ ഒരു വലിയൊരു പ്രോബ്ലമാണ്. ഇപ്പൊ ഇവിടെ ഇതൊരു ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് സൊല്യൂഷൻ. ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് സൊല്യൂഷനിലെ ഇത് സ്ലൈഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് സൊല്യൂഷനിലെ നമ്മൾ പറഞ്ഞ ആ സിറ്റുവേഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നു. അതായത് C(1) എന്ന് പറഞ്ഞ് ഒന്ന് നോക്കുക, 38 U(1) ഇത് -38 ആണ്, ഇത് U(1) -32 ആണ്. C(1) -38 U(1) -32. ഇതെങ്ങനെ വരുന്നു എന്ന് വെച്ചാല് നമ്മൾ ആദ്യം എടുക്കുന്നു M15 ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ, M15 ആയിട്ടാണ് കിട്ടുന്നത്. M15 ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം C എന്ന് പറയുന്നിടത്ത് ഫ്രാക്ഷൻ എടുക്കാം, U എന്ന് പറയുന്നിടത്ത് ഫ്രാക്ഷൻ എടുക്കാൻ പറ്റില്ല. C എന്ന് പറയുന്നിടത്ത് ഫ്രാക്ഷൻ എടുക്കാം, U എന്ന് പറയുന്നിടത്ത് ഫ്രാക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ C എന്ന് പറയുന്നിടത്ത് ഫ്രാക്ഷൻ എടുക്കാമെങ്കിൽ 15 ആക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം? 2 4 6 6 12, പിന്നെ 9 നിന്ന് 3 എടുക്കാം, ഫ്രാക്ഷൻ എടുക്കാം. അപ്പൊ 2 4 6 6 12, 9 നിന്ന് 3 എടുക്കാം, അപ്പൊ 12 3 15 വന്നു. കറസ്പോണ്ടിങ് വെയിറ്റ് 10 10 20 12 32, പിന്നെ ഇതിന്റെ 3-ലൊന്ന് വരുമ്പോ 6 38 -38. അപ്പൊ സിക്ക് -38ഉം യുവിന് സിക്ക് -38. യുവിൽ ഫ്രാക്ഷൻ എടുക്കാൻ പാടില്ല. ഇതാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. യുവിൽ ഫ്രാക്ഷൻ എടുക്കാൻ പാടില്ല. യുവിൽ ഫ്രാക്ഷൻ എടുക്കാൻ പാടില്ലെങ്കിൽ 15 അപ്പം അതിനകത്തൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുകയില്ല. യെസ് ഓർ നോയാണ്. 2 4 6 ഈ 3 എണ്ണം എടുക്കാം, 2 4 6 6 3 എടുക്കാൻ പറ്റുകയില്ല. കറസ്പോണ്ടിങ് ആയിട്ട് 10ഉം 10ഉം 12 32 -32. അപ്പൊ C(1) മൈനസ് എന്നുള്ള ഈ അൽഗോരിതത്തിന്റെ നൊട്ടേഷനാണ്. C(1) എന്ന് പറയുന്നത് -38ഉം U(1) എന്ന് പറയുന്നത് -32 ആണ്. ഇത് കാണുന്ന ഉടനെ തന്നെ നമ്മൾ അപ്പർ എന്നൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യും. ഈ അപ്പർ എന്ന് പറയുന്ന വേരിയബിള് ഈ -32 എന്ന് പറയുന്നത്
ഈ യുവിന്റെ വാല്യൂവിന്റെ അപ്പറിലേക്ക്, യുവിന്റെ വാല്യൂ അപ്പറിലേക്ക്. മനസ്സിലായല്ലോ? യുവിന്റെ വാല്യൂ -32 ആണ്. ഇനി താഴോട്ട് സെർച്ച് ചെയ്ത് വരുമ്പം എവിടെങ്കിലും വെച്ച് ഈ അപ്പറിന്റെ വാല്യൂ ഈ ഇതിനേക്കാളും അപ്പർ എന്ന് പറയുന്ന വാല്യൂ ഏതെങ്കിലും യു വാല്യൂവിനേക്കാളും ലെസ് ആയിട്ട് വന്നാൽ അപ്പർ വിൽ ബി അപ്ഡേറ്റഡ് ടു ദാറ്റ് വാല്യൂ. എവിടെങ്കിലും ഈ അപ്പറിന്റെ വാല്യൂ യു വാല്യൂവിനേക്കാളും ലെസർ ആയിട്ട് വന്നാൽ അപ്പർ വിൽ ബി അപ്ഡേറ്റഡ് ടു ദാറ്റ് വാല്യൂ. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരിടത്ത് സി വാല്യൂ ഗ്രേറ്റർ ദാൻ അപ്പർ വന്നാൽ ദാറ്റ് നോട്ട് ഗെറ്റ്സ് കിൽഡ്. ഇത് കണ്ടീഷൻ. ഞാൻ ആ കണ്ടീഷൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം പറയുമ്പോൾ ഇച്ചിരി ഇതായിട്ട് തോന്നും. നിങ്ങൾ ആ സ്ലൈഡ് നോക്കുക. ഇപ്പൊ പറയുന്നൊന്നും കേൾക്കാം. സി എന്ന് പറയുന്ന -38 കിട്ടിയത് ഞാൻ പറഞ്ഞു. ഇത് -32 ആണ്. അപ്പറിനെ നമ്മൾ -32 എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആ കണ്ടീഷൻ പറഞ്ഞു, ഇഫ് എനി യു ലെസ് ദാൻ അപ്പർ ഈസ് യു. ഇഫ് എനി സി ഗ്രേറ്റർ ദാൻ അപ്പർ, സി ഗെറ്റ്സ് കിൽഡ്. ഇനി ഇതിനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എക്സ്പാൻഡ് ചെയ്യും. ലെഫ്റ്റിൽ x(1) 1 എന്ന് കൊടുത്താൽ അവിടെ ഒരു ചേഞ്ചും വരികയില്ല, അതേ വാല്യൂ തന്നെ ഇരിക്കും. പക്ഷെ റൈറ്റിൽ വ്യത്യാസം. ഇവിടെ x(1) 0 എന്ന് പറയും. ഇവിടെ x(1) 0 ആണെങ്കിൽ നിങ്ങളുടെ സ്ലൈഡിൽ നിങ്ങൾ പിന്നെ നോക്കുക, ഞാനത് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. C3 എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് 0യെ എടുക്കാൻ പറ്റും. പിന്നെ 1ഉം 1ഉം എടുക്കാം. 15 ആകണമെന്നുണ്ട്. ഫ്രാക്ഷൻ എടുക്കാവുന്നതുകൊണ്ട് ഫ്രാക്ഷനും എടുക്കാം. 6 4 10ഉം 9 5ഉം എടുത്താൽ 15 അല്ലെ? 0യും 1 1ഉം 5 ഔട്ട് ഓഫ് 9ഉം എടുത്താൽ 15. അപ്പോൾ അങ്ങനെ 15 വന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അവിടുത്തെ വാല്യൂ 10ഉം 12ഉം 22ഉം 10ഉം 12ഉം 22ഉം 5/9 ഓഫ് ദിസ് വൺ അല്ലെ? 5/9 എന്ന് പറയുമ്പോൾ 9 2 പോയിട്ട് 10. അപ്പൊ -32 ആയിട്ട് സി വാല്യൂ. യു വാല്യൂ ശ്രദ്ധിക്കുക, ഫ്രാക്ഷൻ എടുക്കാനേ പാടില്ല. ഫ്രാക്ഷൻ എടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ഇത് ഫസ്റ്റ് 0 ആയിട്ട് എടുക്കും അല്ലെ? ഫസ്റ്റ് 0 ആയിട്ട് എടുക്കും. പിന്നെ 2 4 6 എടുക്കാം, 10 5 എടുക്കാൻ പറ്റിയാൽ. അപ്പൊ എന്ത് പറ്റും? 0 1 1 0 എന്ന് എടുക്കും. 0 1 1 0 എന്ന് പറഞ്ഞാൽ -22. ശ്രദ്ധിക്കുക, മൈനസ് ആണ്, പ്ലസ് അല്ല. അപ്പൊ യുടെ വാല്യൂ നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് -32 ആണ് അല്ലെ? ഇപ്പൊ യുവിന് കിട്ടിയത് -22 ആണ്. അപ്പൊ -22 -32നേക്കാളും ഗ്രേറ്റർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ C3 എന്ന് പറയുന്നത് -32 ആണ്. C3 -32 ആണ്. അത് അപ്പർ എന്ന് പറയുന്നത് C3 -32 ആണ്. അപ്പർ എന്ന് പറയുന്നതും -32 ആണ്. അപ്പൊ നോഡ് അത് ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ ഗെറ്റ് സ്കിൽഡ് ആകുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ C3 -32 ആണ്, ഗ്രേറ്റർ അല്ല, അത് ഗെറ്റ് സ്കിൽഡ് ആകുന്നു. 2ൽ ഒരു പ്രോബ്ലവും ഇല്ല. 1 പോലെ തന്നെ 2 നിൽക്കുന്നു. -38 -32 അതേ വാല്യൂ ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 വാല്യൂസ്, അതായത് ഇതിന്റെ ഐഡിയ എന്താണെന്നറിയോ? 2ഉം 3ഉം ഇത് രണ്ടെണ്ണം ലൈനോട്. അൽഗോരിതത്തിന് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അതായത് ഇത് ഏത് ടൈപ്പ് അൽഗോരിതമാണ്? നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്ത് ഇടാൻ പറ്റുമോ? അതായത് ഒരു ഇത് പറഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് എങ്ങോട്ട് പോകണമെന്ന് കൃത്യം പറയാൻ പറ്റാത്ത അൽഗോരിതത്തിന് നമ്മൾ എന്ത് പേര് പറയും? അതെ, നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. അപ്പൊ ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം 2ലോട്ടോ 3ലോട്ടോ പോവാം. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ആണ്. ഒന്നിലേറെ സൊല്യൂഷനും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഐഡിയ. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് അതിന് വ്യക്തമായിട്ടൊരു മാത്തമാറ്റിക്കൽ പ്രൂഫോ അങ്ങനെയൊന്നുമില്ല. ബൈ എക്സ്പെരിമെന്റ്, ബൈ പ്രാക്ടീസ്, ബൈ ദ ജീനിയസ് ഓഫ് ദ ഡെവലപ്പർ. ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ എടുക്കാൻ പോകുന്നത് എന്തെന്നറിയോ? ലെസ്സർ സിയിൽ നിന്ന് പ്രൊസീഡ് ചെയ്യാം. ലെസ്സർ സിയിൽ നിന്ന് പ്രൊസീഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവിടെ വന്നു, ഈ 2 വാല്യൂ എടുത്തു. നോട്ട് അപ്പർ ആണ്, ഇത് ലൈൻ നോഡാണ്. നമ്മൾ എന്ത് ചെയ്തു? C2 ഉണ്ട്. C3 -32 ആണ്. C2 -38 ആണ്.
അപ്പൊ ലെസർ സി C2 അവിടെ നിന്ന് മുമ്പോട്ട് അവിടെയും നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വരയ്ക്കും അല്ലെ. ലെഫ്റ്റിലോട്ട് വരയ്ക്കുന്നത് 1 ഇവിടെ ഒരു മാറ്റവും വരികയല്ല, സെയിം തന്നെ കിട്ടും. ഇവിടെ നിങ്ങൾ റൈറ്റിലോട്ട് വരയ്ക്കുമ്പോൾ ഇത് 0 ആയി. ഇത് 0 ആയി കഴിയുമ്പോൾ പിന്നെ അവിടെ വരുന്ന സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 0 പിന്നെ നമുക്ക് ഇഷ്ടം പോലെ. അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ എടുക്കാം ഉള്ളത് കൊണ്ട് 2 4 ഇല്ല, 6 ഉണ്ട്, 8 9 7 15 അത് ഞാൻ എഴുതിയിട്ടുണ്ട്. 1 0 1 7/9 കറസ്പോണ്ടിങ് പ്രോഫിറ്റ് 1ന്റെ 10 ഉണ്ട്, 0യുടെ എടുത്തിട്ടില്ല, പിന്നെ അടുത്ത മൂന്നാമത്തതിന്റെ 12 ഉണ്ട്, പിന്നെ അടുത്ത 18ന്റെ 7/9 ഉണ്ട്. എല്ലാം കൂടെ ചേരുമ്പോൾ -36 ഇവിടെ. U5 എന്ന് പറയുന്നത് അവിടെ ഫ്രാക്ഷൻ പാടില്ല. 1 എടുക്കാം, 0 എടുക്കത്തില്ല, 1 എടുക്കാം, 0 എടുക്കത്തില്ല, പിന്നെ 1 എടുത്തു, 6 2 8, പക്ഷെ 9 എടുക്കാൻ പറ്റിയല്ല, 15 കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ സൊല്യൂഷൻ 1010 എന്ന് കൊടുത്തു, -22. ഇവിടെ യു വാല്യൂ അപ്പറിനേക്കാൾ ചെറുതല്ല, കാരണം -22 ആണ്. അപ്പറിന്റെ വാല്യൂ ഇപ്പോഴും -32 ആണ്, അപ്പറിനേക്കാൾ ചെറുതല്ല. അതുകൊണ്ട് തന്നെ യു അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ CO5 എന്ന് പറയുന്ന അപ്പറിനേക്കാളും വലുതല്ല, അതുകൊണ്ട് തന്നെ അത് നോട്ട് ഗെറ്റ് സ്കിൽഡ് അല്ല. പിന്നെ സെയിം പ്രശ്നം വരികയാണ്, 4ഉം 5ഉം ലിസ്റ്റ് ഓഫ് 9 നോട്ട് സ്കിൽ. നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നു. ലെസർ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകും. ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും മുമ്പോട്ട് പോകുന്നു. ഇവിടെ 0 ആണ്, ഇവിടെ വരും C7. ഞാനിവിടെ അത് ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോണം. C7 എന്ന് പറയുന്നത് വരുമ്പം 1 1 0 എന്നൊരെണ്ണം വരും. അതായത് 1 1 0 2 4 6, ഈ 1 കൂടെ ഉണ്ടെങ്കിൽ 9 ആയി, 15. അപ്പൊ CO7 1 1 0 1 എന്ന് പറയാം, 15. കറസ്പോണ്ടിങ് പ്രോഫിറ്റ് എന്തായിരിക്കും? 10 10 20 1 1 0 ഇല്ല, പിന്നെ 1 18 -38 എന്ന് പറയുന്ന ഒരു ഇത് C7. U7ലും അത് തന്നെ വരും, കാരണം ഫ്രാക്ഷൻ ഇല്ല. 1 1 0 1 അത് -38 വരും. ഇവിടെ രണ്ടും -38 ആണ്. യുടെ വാല്യൂ -38 ആണ്. അപ്പം വേറൊരു പ്രശ്നം, യുവിന്റെ ഇതുവരെയുള്ള വാല്യൂ -32 ആയി. ഇവിടെ യുവിന്റെ വാല്യൂ -38 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ലെസർ, അപ്പൊ അപ്പർ -38 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ടെണ്ണം എടുത്തു കഴിയുമ്പോൾ ഇവിടുന്ന് ലെസറിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ -38 ആണ്, ഇവിടെയും -38 ആണ്. നമുക്ക് ലെസറിൽ നിന്ന് പോകാൻ വയ്യല്ല, രണ്ടും ഒരുപോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലെസർ യു. ഇവിടെ യു എന്ന് പറയുന്നത് -38 ആണ്, ഇവിടെ -32 ആണ്. ഈ ലെസർ യുവിൽ നിന്ന് ഇത് നോക്കുക, ഇത് ലെസർ യു, ഇത് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം 1 1 0 1 1 പിന്നെ 0 1 1 1 0 1 എന്ന് പറയുമ്പോൾ 1 1 0 1 എന്ന് പറഞ്ഞ് ഇവിടെ വരും. ഇവിടെ 1 1 0 0, ഇവിടെ 1 1 0 0 എന്ന് പറഞ്ഞാൽ C9 എന്ന് പറയുന്നത് -20 ആവും. അതുപോലെ തന്നെ 1 1 0 0 എന്ന് പറയുന്നത് C9 -20 ആവും. അത് ഇപ്പൊ ഇതുവരെ കണ്ട അപ്പർ എത്രയായിരുന്നു? -38. ഈ C9 -20 ആയതുകൊണ്ട് അപ്പർ -38 ആയതുകൊണ്ട് C9 -20 എന്നുള്ള രീതിയിൽ ഇത് ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് that node gets killed. Finally, we settle that node age. So the solution is 1 1 0 1. ഇതെനിക്കറിയാം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അൽഗോരിതമാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ഇത് റീസെറ്റ് ചെയ്യാം, ഒന്നുകൂടെ പറയാം.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ലൈഡ് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളോട് ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിന്റെ ഒരു ഇത് ചോദിച്ചാൽ ഇത് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം മറ്റേത് എഴുതണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മറ്റേത് നമുക്ക് എഴുതാം. മറ്റേത് ഇപ്പൊ ഞാൻ പറയാം, ഇത് ഇന്നലെ നമ്മൾ നോക്കിയത് ഇത് ലീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി. അതിന്റെ ഒരു ഐഡിയ ഞാൻ പറയാം. പക്ഷെ അതൊരു ഒരു ഒരു സാധാരണ ഒരു രീതിയിലാണ് അതിന്റെ പോക്ക് വരുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, 1 2 3 4 5 6 ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഇതിനെ റൈറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പം 1 2 3 4 5 6 8 ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് കണ്ടു. മനസ്സിലായി? എന്നിട്ട് അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പില് ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് നോക്കാം, 1 2 3 4 5 6 ഇങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പം ഇതാണ്. അപ്പൊ ഇതെന്നെ ചെയ്തു? ഇതിനെ ഈ ഈ ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ് ഇതാണ് ഡൗൺ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഇപ്പൊ എറർ ആയിട്ട് 12, ഇത് ഡൗൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ എറർ 12, ഇതിന്റെ എററാണ് ഈ 12. ഡൗൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് 1 2 3 4 5 6 7 8 9 10 11 12 ഇവിടെ വന്നു, 13 14 15 വന്നു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് 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 എഴുതണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം, നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നിങ്ങൾക്ക് ഇച്ചിലൂടെ നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പൊ കണ്ട ഒരു ഈ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. അത് ഒന്നുകൂടെ പറഞ്ഞ് പിന്നെ സ്ലൈഡ് നോക്കിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളതൊന്ന് നോക്കി. ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഇതിനകത്തത് നോക്കാം. ഇത് പിന്നെ എളുപ്പമാണ്. ഇതൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേത് ഒന്നുകൂടെ നമുക്ക് റേസ് ചെയ്യാം. അതായത് ആദ്യം ഇതിപ്പം നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു പാറ്റേൺ എടുക്കുന്നു. സിമ്പിളാണ്. പാറ്റേൺ എടുക്കുന്നു. പിന്നെ നിങ്ങളൊന്ന് വായിച്ചും കൂടെ നോക്കാം. ABCDEFGH എന്ന് പറഞ്ഞു, DEF എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് ഇത് വളരെ ഒബ്വിയസ് ആണ് ആൻസർ, പക്ഷെ നിങ്ങളുടെ വേഡിങ് ആണ് അതിനകത്ത് പ്രധാനമായിട്ട്. വേഡിങ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ABCDEFGH എന്ന് കണ്ടു, DEF എന്ന് കണ്ടു. അപ്പൊ നമ്മൾ ആദ്യം DAAയോട് നോക്കും. അപ്പം ബിറ്റ്വീൻ A and B, so move the letter right by 1 step. ഇവിടെ ലെറ്റർ എന്ന് തന്നെ കൊടുക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയിന്റൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് നീക്കി. അവിടെയും മാച്ചില്ല. റൈറ്റിലോട്ട് ലെഫ്റ്റ് ചെയ്തു, സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെ. അവിടെയും മാച്ചില്ല, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ എന്തേ മാച്ച്. ഉടനെ ഇത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പോയിന്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. പോയിന്റർ മൂവ് ചെയ്തു, ഇയും വന്നു, എഫും വന്നു, മാച്ച്. ഇതിന്റെ തന്നെ ഇച്ചിരി വലിയ ഇതിട്ടിരിക്കുകയാണ്. ABCD ABC ABCDFും ABCD. I എന്ന് പറയുന്നത് ഇതിന്റെ പോയിന്ററും J എന്ന് പറയുന്നത് ഈ പാറ്റേണിന്റെ പോയിന്ററുമാണ്. അപ്പം അവിടെ ഇച്ചിരി ഒരു ഇതുള്ളത് ഇതേ ഉള്ളൂ. ജെയുടെ ഇത് മാറുന്ന കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഐയുടെ വാല്യൂ A ആണ് അല്ലെ, ജെയുടെ വാല്യൂ A. അപ്പൊ ഐയുടെ വാല്യൂ Aയും ജെയുടെ വാല്യൂ Aയും വന്നു കഴിഞ്ഞാൽ അത് മാച്ച്. ഉടനെ നമ്മൾ ഐയും ജെയും റൈറ്റിലേക്ക് പോകും. ഐയും ജെയും B ആയിപ്പോയി. ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഇവിടെ എഫ് വരെ വരും. നോക്കാം, CI DI എഫ് വരെ വരും. എഫ് വരുന്നവിടെ മിസ്മാച്ച് ആയി. മിസ്മാച്ച് ആകുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ? ഐയും മിസ്മാച്ച് ആകുന്ന സമയത്ത് മിസ്മാച്ച് ആയി കഴിയുമ്പം ഒരു കാര്യം ചെയ്യും, ജെ ആദ്യത്തടത്തോട്ട് കൊണ്ടുവരും, പിന്നെ ഐ മുമ്പോട്ട് മൂവ് ചെയ്യും. ഐ ഇവിടെ B ആയി, ജെ ആദ്യത്തടുത്ത്. ഐ ഇവിടെ മൂവ് ആയി. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഇതൊന്ന് വരച്ച് കാണിച്ചു. ഐ ഇവിടെ മൂവ് ആയി, ജെ ഇവിടെ ആദ്യത്തടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോവാണ്. ഐ ബിയിൽ വന്നു, ജെ എയിൽ വന്നു. അത് കഴിഞ്ഞ് ഐ മുമ്പോട്ട് വന്നു, സി. ഐ എന്നിട്ട് ഇവിടെ ബി വന്നു, ഇവിടെ ഐ വന്നു.
ഇവിടെ ജെ വന്നു, ഇവിടെ ജെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മാച്ചിങ് എല്ലാം പറഞ്ഞ് ജെ എഫ് ആകുന്ന സമയത്ത് മിസ്മാച്ച്, എഫ് ആകുന്ന സമയത്ത് മിസ്മാച്ച് വന്നപ്പോൾ എഫ് ആകുന്ന സമയത്ത് മിസ്മാച്ച് വന്നു. അത് കഴിഞ്ഞ് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ജെ മുമ്പോട്ട് പോവുകയില്ല. ഐ ബി ആയി ജെ എ തന്നെ നിന്നു, ഐ സി ആയി ജെ എ തന്നെ നിന്നു, ഐ എ ആയി ജെയും എയും ആയിട്ട് മാച്ചായി. അത് കഴിഞ്ഞപ്പോൾ ഐ മുമ്പോട്ട് വന്നു ബി, പിന്നെ ജെ മുമ്പോട്ട് വന്നു ബി, ഐ മുമ്പോട്ട് വന്നു സി, ജെ മുമ്പോട്ട് വന്നു സി, ഐ മുമ്പോട്ട് വന്നു ഡി, ജെ മുമ്പോട്ട് വന്നു ഡി, ഐ മുമ്പോട്ട് വന്നു എഫ്, ജെ മുമ്പോട്ട് വന്നു എഫ്. ഒന്നുകൂടെ നോക്കാം. അതായത് എ ബി സി ഡി, എ ബി സി ഡി എഫ്, എ ബി സി ഡി എഫ്. അത് സിമ്പിൾ ആണ്, ഞാൻ പറയേണ്ട കാര്യമില്ല ശരിക്കും. ഐ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കണം, ഇത് ജെ എന്ന് പറയാം. അപ്പൊ ഐ എന്ന് പറയുന്നത് എയും ജെ എന്ന് പറയുന്നത് എയും മാച്ച്. ഫൈലിലേക്ക് പോയി ബി 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 ബി, പിന്നെ സി 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 അല്ലെ, എ ബി സി സി, അതുപോലെ തന്നെ ഡി ഡി. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം എന്ത് പറ്റി? ഇവിടെ വന്നപ്പോ എഫ് ആയി, ഇവിടെ ജെയും വന്നു, ഇവിടെ ഐയും വന്നപ്പോ ഇത് എഫ് ആയി. ഉടനെ ജെ ഇങ്ങോട്ട് വന്നു, ഐ മുമ്പോട്ട് പോയി. ഐ അവിടെ മുമ്പോട്ട് പോയി സി ആയി. പക്ഷേ മാച്ച് കിട്ടാതെ ജെ മുമ്പോട്ട് പോവുകയാണ്. ഐ മുമ്പോട്ട് പോയി സി ആയി, ജെ എ ആയിട്ട് തന്നെ നിൽക്കാം, മിസ്മാച്ച്. അതും കഴിഞ്ഞ് ഐ എയിലേക്ക് വന്നു, ജെ എ ആയിട്ട് നിൽക്കുകയാണല്ലോ, ഐ എയിലേക്ക് വന്നു, ജെ എയിലേക്ക് മാച്ചായി. ഇനി ജെയും പ്രോഗ്രസ്, ഐ എ ബി, ഐ സി ജെ സി, ഐ ഡി ജെ ഡി, ഐ എഫ് എഫ്, എ ബി സി ഡി എഫ് എന്ന് പറയുന്ന പാറ്റേൺ ഫോം. നിങ്ങളുടെ നോക്കുക, തിയറി പിന്നെ ഞാൻ വായിക്കാം. KMB അൽഗോരിതം, അതായത് ഇതിന്റെ ഒരു സ്ട്രിംഗ് മാച്ചിങ് അൽഗോരിതമാണ്. ഈ അൽഗോരിതം KMB അൽഗോരിതം ഒരുപാട് ഫേമസ് ആണ്. എ ബി സി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടണം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ പാറ്റേൺ മാച്ചിങ്ങിന് ഇപ്പൊ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ ആദ്യം ഒരെണ്ണം കണ്ടു, ആദ്യം കണ്ടപ്പോൾ അതിന് 0 എന്ന്, അടുത്തത് കണ്ടപ്പോഴും അതിന് 0 എന്ന്. പിന്നെ ഇതൊന്നും, അപ്പൊ ഇവിടെയൊക്കെ ഇൻഡെക്സ് ഉണ്ടെന്ന് നോക്കണം. അത് നിങ്ങൾ സ്ലൈഡ് നോക്കുമ്പോൾ മനസ്സിലാവും. 1 2 3 4 എന്ന് ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ ആ 0യുടെ ഞാൻ പിന്നെ പറയാം. എക്ക് 0 എന്ന് ഇട്ടു, ബിക്ക് 0 എന്ന്. പിന്നെ എ ഒന്നുകൂടെ വന്നു, എ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എ നേരത്തെ കണ്ടതാണല്ലോ, അപ്പൊ അവിടെ താഴെ കൊടുക്കേണ്ടത് ഇവിടെ എന്താണോ ഇട്ടത് അത് ഇവിടെ 1 എന്ന്. അതുപോലെ തന്നെ പിന്നെ ബി കണ്ടു, അപ്പൊ ബി കണ്ടപ്പോ ഇവിടെ എന്താണോ ഇട്ടത് ബി ഒന്നുകൂടെ കാണുകയാണ്, 2 എന്ന്. ഡി വന്നു, അവിടെ ഒന്നും ഇടണ്ട, കാരണം ഡി 0 ആയി. ഇനി ഇതിന്റെ വർക്കിംഗ് ഞാനൊന്ന് പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് പ്രോഗ്രസ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ നമ്മളിപ്പോ ആദ്യമേ ഇവിടെ ജെ 0 എന്ന്, ജെ 0, ഇതിന്റെ ഇത് 0 എന്ന്, ഐ 1 എന്നും വരും. എന്നിട്ട് ജെ 0 ആണെങ്കിൽ ജെ 0, എന്നിട്ട് ജെ പ്ലസ് 1 ഐയും ആയിട്ട് കമ്പയർ ചെയ്യും. ജെ പ്ലസ് 1 എ ആണല്ലോ, ഐയും ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് മുമ്പോട്ട് വരും. മുമ്പോട്ട് വരുമ്പോൾ ഈ സിയുടെ അവിടെ വെച്ചൊരു പ്രശ്നം വരും, മിസ്മാച്ച്. സിയുടെ അവിടെ മിസ്മാച്ച് വന്നാൽ ഈ ഇതുണ്ടല്ലോ, സിയുടെ അവിടെ മിസ്മാച്ച് വന്നു, ഡി ആയി. അപ്പൊ തൊട്ട് മുമ്പിൽ ആണല്ലോ ബി നിൽക്കുന്നത്. ഈ ബിയുടെ താഴെയുള്ള ഈ ഒരു ഇൻഡെക്സ് നോക്കിയിട്ട് ഇത് ഇങ്ങോട്ട് വരും, ഇൻഡെക്സ് നോക്കി ഇങ്ങോട്ട് വരും. ആ ഇൻഡെക്സിന്റെ താഴെ ഇവിടെ 0 കിടക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒന്നുകൂടെ ജെ പ്ലസ് 1 നോക്കും. ഇവിടുന്ന് ഒന്നുകൂടെ ജെ പ്ലസ് 1 നോക്കുക എന്ന് പറഞ്ഞാൽ അത് എ ആവുക. അപ്പൊ ഇവിടെ സി കിടക്കുകയാണ്. ഈ സിയും എയും കൂടെ പിന്നെ മാച്ച് ആവുക. ഉടനെ ജെ പിന്നെയും ഇവിടെ ആണല്ലോ ജെ കിടക്കുന്നത്. ഈ ജെയുടെ പിന്നത്തെ ബാക്ക്വേർഡ് ഇൻഡെക്സ് ഇതാണ്. പിന്നെ ഒന്നുകൂടെ എ ഇടും, അപ്പോഴും സി ആവുക. ഉടനെ ഐ മുമ്പോട്ട് മൂവ് ചെയ്യും. കാണിക്കാൻ ഐ ഈസ് ഈക്വൽ ടു എ, J is equal to A, I is equal to B, J is equal to B, I is equal to A,
ഇങ്ങനെയെല്ലാം ഐ ഈസ് ഈക്വൽ ടു എ, ജെ ഈസ് ഈക്വൽ ടു എ, ഐ ഈസ് ഈക്വൽ ടു ബി, ജെ ഈസ് ഈക്വൽ ടു ബി, ഐ ഈസ് ഈക്വൽ ടു എ, ജെ ഈസ് ഈക്വൽ ടു എ, ഐ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വന്നിട്ട് ജെ ഈസ് ഈക്വൽ ടു സി, ജെ ഈസ് ഈക്വൽ ടു ഡി ആവുമ്പോൾ മിസ്മാച്ച് ആയി. ജെ ഡി മിസ്മാച്ച് ആകുമ്പോൾ പുറകിലുള്ള ജെ ആ ബി ഉണ്ടല്ലോ, ബി 2 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 2 എന്ന് പറയുന്ന ആ ഇൻഡെക്സിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് J+1 മനസ്സിലായോ? ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് J+, അത് എ ആണ്. പിന്നെയും മിസ്മാച്ചാണ്. കാരണം ഐ സി തന്നെ നിൽക്കുക. ഉടനെ പിന്നെ എന്ത് ചെയ്യും? ഇതിനെ പിന്നെയും പുറകിലോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് ഐ സി സി ആണ്, J+1 പിന്നെയും മിസ്മാച്ച്. ഇനി ജെ നമുക്ക് പുറകോട്ട് കൊണ്ടുപോകാനേ പറ്റിയല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഐ മൂവ് ചെയ്യും. ഞാനത് ബോർഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഐ മൂവ് ടു റൈറ്റ്. അപ്പൊ സിയിൽ നിന്നും ഐ എയിലേക്ക് കൊണ്ടുവരും. മനസ്സിലായി? ഐ എയിലേക്ക് കൊണ്ടുവരും, ഐ എയിലേക്ക് കൊണ്ടുവരും. അപ്പം J+1 എ ആണ് മുമ്പത്തെ വെച്ച്. അതായത് ഇവിടെ ആണല്ലോ J+1 എ ആണ്. അവിടുന്ന് ഐ എ ആകും, ബി ആകും, സി വരുമ്പോ പ്രശ്നം മിസ്മാച്ചായി. അപ്പൊ പിന്നെയും ജെ 0-ലോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുവരും. നോക്കൂ, അവിടെയും J+1 മിസ്മാച്ചാണ്. പിന്നെയും ജെ പുറകോട്ട് കൊണ്ടുവരുമ്പോ 0 വരും. അവിടെയും ജെ പുറകോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇതാണ്, ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ പിന്നെയും 0 വരും, പിന്നെ മിസ്മാച്ചാണ്. അങ്ങനെ മിസ്മാച്ച് ആയി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഐ ഈസ് ഈക്വൽ ടു ബി, മിസ്മാച്ച് വരും. ജെയെ പിന്നെയും കൊണ്ടുവന്ന് 2-ലേക്ക് കൊണ്ടുവന്നു. അതായത് ഇവിടെ വരും ജെയെ, ഐ ഈസ് ഈക്വൽ ടു എ, J+1 എ, ഐ ഈസ് ഈക്വൽ ടു ബി, J+1, ഐ ഈസ് ഈക്വൽ ടു എ, J+1 എ, ഐ ഈസ് ഈക്വൽ ടു ബി, J+1 ബി, ഐ ഈസ് ഈക്വൽ ടു ഡി, J+1. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇപ്പൊ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ നിങ്ങളതൊന്ന് നോക്കണം. ഇത് എളുപ്പമാണ്. റോബിൻ കാർപ്പ് അൽഗോരിതം എന്ന് പറയും. ഇവിടെ നമ്മൾ പാറ്റേൺ മാച്ചിങ് അൽഗോരിതം, സ്ട്രിംഗ് മാച്ചിങ് ചെയ്യാൻ യൂസിങ് എ ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷൻ എന്നൊരു സാധനം നിങ്ങൾ ഡേറ്റാ സ്ട്രക്ചറിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഈ സ്ലൈഡ് നിങ്ങൾ മറക്കാതെ ഇത് എടുക്കണം. ഇതിനകത്ത് ഹാഷ് ഫംഗ്ഷനിലെ എ ഈസ് ഈക്വൽ ടു നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു 3, ഡി ഈസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ ആർബിട്രറി ആയിട്ടൊരു വാല്യൂ കൊടുക്കും. ഇതാണ് ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ സൈസ് ഓഫ് പാറ്റേൺ ഇതാണ്. പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന സാധനം അത് 3. ടെക്സ്റ്റ് 3, 3, 6. അത് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ആദ്യത്തെ, അപ്പൊ നമുക്ക് നോക്കാൻ പോകേണ്ടത് അതിന്റെ ഇത് നോക്കാം. ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പം നമുക്ക് ഹാഷ് ഫംഗ്ഷൻ ഇങ്ങനെ കൊടുത്തു. നമുക്ക് എ ബി ആണ് വേണ്ടത്, അല്ലെ? എ ബി ആണ് വേണ്ടത്. ഈ എ ബിയുടേത് നമ്മൾ ഹാഷ് വെച്ച് നോക്കുമ്പോൾ A1 ബിയുടെ 2 ഇത് 4 ആയി. 4 ആയിരിക്കും. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് എ 1 + 1 + 1 3 ആണ്. ഇത് 4 ആണ്, മാച്ചിങ് അല്ല. ഒരു ലെറ്റർ മുമ്പോട്ട് എടുത്തു, 1 + 1 + 1 3, മാച്ചിങ് അല്ല. പിന്നെ ഒരെണ്ണം മുമ്പോട്ട് എടുത്തു, 1 + 1 + മാച്ചിങ് അല്ല. അടുത്തെടുത്തു 1 + 1 + 2 4, മാച്ചിങ് ആണ്. എ ബി എ ബി. വേറൊന്ന് ഇതുപോലെ തന്നെയുള്ള ഒരെണ്ണമാണ് ABCD ABC എന്ന് പറഞ്ഞ ഇവിടെ വലിയ ഒരെണ്ണമാണ് ജെ 10 എണ്ണം. 1 2 3 4 5 6 7 8 10 ഇത് ഹാഷ് ഉള്ള ഹാഷ് കോഡ് കൊടുത്തിരിക്കുക, ഹാഷ് കോഡ്. അപ്പം നമ്മൾ ആദ്യം ABC എന്ന് പറയുന്ന, അപ്പൊ എങ്ങനെ വന്നാലും ഹാഷ് കോഡ് 10 ആയിരിക്കും. കാരണം ഇത് 2, ഇത് 3, E എന്ന് പറഞ്ഞ 5, D4 ആണ് 5, ഇത് 10 ആയി. അപ്പം ABC എന്ന് പറയുന്നതിന്റെ എടുത്തു
1 + 2 + 3 6 10 നോ മാച്ച്. പിന്നെ BCD 2 + 3 + 4 മാച്ച് അല്ല. CDA 3 + 4 + 1, അതായത് 3 + 4 + 1 കിട്ടിയ മനസ്സിലായല്ലോ. സിക്ക് നമ്മൾ 3 എന്ന് കോഡ് കൊടുത്തു, ഡി എന്ന് തുറന്നു കൊടുത്തു, 1 എന്ന് കൊടുത്തു, 8. ഇങ്ങനെ പോയി DA ഇവിടെ വന്ന DAB വന്നപ്പോഴും ഇത് തന്നെ സംഭവം 7. ABC വന്നപ്പോഴും ഇത് തന്നെ സംഭവം 1 + അവസാനം BC വരുമ്പോൾ 2 + 3 + 5 10 ഇവിടെ മാറ്റി. ഇതാണ് ഹാഷ് കോഡിന്റെ. പക്ഷേ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഹാഷ് കോഡ് എപ്പോഴും വർക്ക് ചെയ്തോണമെന്നില്ല. സ്പൂരിയസ് ഹിറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഫിനോമിന ഉണ്ട്. അതായത് നമ്മുടെ ഹാഷ് കോഡ് നല്ല പവർഫുൾ ആണ്, കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഈ ഹാഷ് കോഡ് വെച്ച് പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാല് സെയിം ആയ ഹാഷ് കോഡ് സെയിം ക്യാരക്ടർ വേറെ ആയി. അത് നമുക്ക് നോക്കാം. നിങ്ങൾ എക്സാമിന് ഇതെല്ലാം എഴുതാൻ നോക്കണം. പിന്നെ സ്ട്രിങ് ഇപ്പൊ DBA ആണ്. ഇവിടെ നമ്മൾ ഇതുപോലെ ABCD മുതൽ EFGH വരെ, ABCD മുതൽ ഇങ്ങോട്ട് എല്ലാത്തിനും നമ്മൾ 3 3 6, എക്ക് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4 ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ DBA എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്തായിരിക്കും? എക്ക് 1, ബിക്ക് 2, എക്ക് 1, ബിക്ക് 2, സിക്ക് ഇല്ല, ഡിക്ക് 3 അല്ലേ? അതായത് DBA എന്ന് പറയുന്നത് 1, 2, C 3, 4. അപ്പൊ അങ്ങനെ വരുമ്പം ഹാഷ് കോഡ് ഇവിടെ നോക്കി. ഇതിന്റെ ഹാഷ് കോഡ് എന്ന് പറയുന്നത് 1, 2, 3, പിന്നെ 3, 4, 4, 3, 7 വരും. ഹാഷ് കോഡ് 7 വരും അല്ലേ? 1, 2, 4, 1, 2, 3, 4, 7 വരും. ഹാഷ് കോഡ് 7 വരും. ഈ ഹാഷ് കോഡ് 7 വരും. പക്ഷെ ഇവിടെ നോക്കി, ഇതിന്റെ ഹാഷ് കോഡ് 7 ആണ്. T3 3 1 7 ആണ്. പക്ഷെ ഇതിന് വല്ല മാച്ചും ഉണ്ടോ? ഇല്ല. ഇത് ഇങ്ങനെ സെയിം കോഡ് മാച്ച് ചെയ്യുന്നു, ബട്ട് നോ മാച്ച് ഇൻ ക്യാരക്ടർ. മനസ്സിലായോ? കോഡ് മാച്ച് ചെയ്യുന്നു, ബട്ട് നോ മാച്ച് ഇൻ ക്യാരക്ടർ. ഇതാണ് സ്പ്യൂരിയസ് ഹിറ്റ്. അതിന് അങ്ങനെ വരുന്നതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സ്പ്യൂരിയസ് ഹിറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഹാഷ് കോഡ്, നമ്മൾ കൊടുത്ത ഹാഷ് കോഡ് പവർഫുള്ളാണ്. ഹാഷ് കോഡ് പവർഫുൾ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരികയില്ല. അപ്പൊ നമ്മുടെ ഇതൊരു ചെറിയ സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഒരു ഇച്ചിലൂടെ ഇതായിട്ടുള്ള ഒരു ഹാഷ് കോഡ് നമുക്ക് കൊടുക്കാം. വലിയ പവർഫുൾ ഒന്നും അല്ലെങ്കിൽ നമുക്ക് അത് ഇവിടെ വർക്ക് ചെയ്യും. ഇവിടെ ഇത് തന്നെ പറയുകയാണ്. CCA ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കാണും. CCA എന്ന് പറയുന്നത് 3 + 3 + 1 7 നോ മാച്ച്. കാരണം 7 ആണ്, പക്ഷെ ഇത് ക്യാരക്ടർ വൈസ് നോ മാച്ച്. ഇവിടെയും 7 ആണ്, ബട്ട് ക്യാരക്ടർ വൈസ് നോ മാച്ച്. നമ്മൾ ഇതാണ്. ടു അവോയ്ഡ് സ്പ്യൂരിയസ് ഹിറ്റ് യൂസ് പവർഫുൾ ഹാഷ് കോഡ്. ഹാഷ് കോഡ് പവർഫുൾ ആയിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായി? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഇത് 10 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ABCDEFGH എന്ന് പറഞ്ഞ 10 എലമെന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. 10 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പം ബേസ് 10 ആയിട്ട് നമ്മൾ എടുക്കും. ഇപ്പം നമ്മള് ഇത് J10 വരെ ഉണ്ടായിരുന്നു, അത് വെച്ചായി പറയുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ 10 എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ട് അങ്ങ് പറയുന്നു, 10 വെച്ചെടുക്കുന്നു, ബേസ് 10. എന്നിട്ട് നമ്മൾ നോക്കുന്നു DBA നോക്കുമ്പോൾ 3 പൊസിഷൻ ആണല്ലോ. 10 ആണ് ബേസ്. 10⁻0 A, D10⁻1, D10⁻2 പൊസിഷൻ. പിന്നെ പവർ ഉണ്ടല്ലോ. ഡിയുടേത് എയുടെ 1 ആണ്, ഡിയുടെ 2 ആണ്, സിയുടെ 3 ആണ്, ഡിയുടെ 4 ആണ്. എയുടെ 1 ആണ്, ഡിയുടെ 2 ആണ്, സിയുടേത് 3 ആണ്, ഡിയുടെ 4 ആണ്.
അത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. എന്ത് കൊടുത്തു? 4 × 10². 2 ആ പൊസിഷന്റെ 4 ഇട്ടു. അടുത്ത എന്തായിരിക്കും? 2 ആണ്. 2 × 10⁻1. 1 × 10⁻0. 0th 1. ഇത് തിരിച്ചു വരും. ഇതിപ്പോ ഇവിടെ നിങ്ങൾ 1ന് ഇത് 0ക്ക് വരാൻ 1 ഇട്ട് കൊടുത്താലും ഒക്കെ ഇങ്ങനെ തന്നെ. മൾട്ടിപ്ലിക്കേഷൻ സൗകര്യം വേണ്ടി നമ്മളത് കുറച്ചിരിക്കും. 421. CCA നോക്കിയേ. CCAക്ക് നമ്മൾ ഉടനെ ഒരു കോഡ് കൊടുത്തു. എന്ത് കൊടുത്തു? 3 × ഇതേപോലെ തന്നെ 10² പ്ലസ് 3 × C ആണല്ലോ 10⁻1 A 1 × 10⁻0 331. നോ മാച്ച്. ഇതിന് നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് ബാക്കിയുള്ളതിന് നോക്കിയാൽ ഇങ്ങനെ തന്നെ ഇതിനോട് മാച്ച് ആകില്ല. കണ്ടോ? അപ്പൊ അതായത് നിങ്ങൾ മുമ്പേ കൊടുത്ത മാച്ച് വെച്ച് ഇത് സെയിം ആയിട്ട് വന്നപ്പം കണ്ടോ, അവിടെ എല്ലാം ഹാഷ് കോഡ് ഇതായിട്ട് പറഞ്ഞപ്പം ക്യാരക്ടർ മാച്ച് ഉണ്ടായില്ല. കാരണം അവിടെ എല്ലാം ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണിച്ചു. ഇവിടെ എന്ത് കാണിച്ചു? ഒരൊറ്റ എണ്ണത്തിനെ മാത്രം കാണിച്ചു. അത് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാഷ് കോഡ് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് അതിന്റെ ഐഡിയ. ഇതൊന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ പ്രോഗ്രാം ഒന്നുകൂടെ. അതായത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് സെർച്ചിങ് എന്ന് പറയുന്നതാണ്. ടെക്സ്റ്റ് സെർച്ചിങ് നമ്മളൊരു പാറ്റേൺ കാണുകയാണ്. ഇവിടെ നോക്കുക, ABCDEFGH എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. നോക്കുക, ABCDEFGH എന്നുണ്ട്. നമ്മളിവിടെ D കൊണ്ട് വെച്ചു. D Aയോട് മാച്ചാണോ എന്ന് നോക്കി, അല്ല. ഉടനെ D മുമ്പോട്ട് എടുത്തു. Dയോട് മാച്ചാണോ എന്ന് നോക്കി, അല്ല. അപ്പൊ ഒക്കെ വേഡിങ് ശ്രദ്ധിച്ചോണം. മൂവ് ദ ലെറ്റർ റൈറ്റ് ബൈ 1 സ്റ്റെപ്പ്. ഇവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ്. പക്ഷെ മാച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്ററിനെ പറയാവുള്ളൂ. കണ്ടോ? ഇവിടെ വന്നു ഡി, ഇവിടെ മാച്ച് ഫൗണ്ട്. മാച്ച് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. മൂവ് പോയിന്റർ. DEF എന്ന് പറയുന്ന സാധനം കണ്ടു. ഇത് സെയിം ആയിരുന്നു. ഇനി ഇത് തന്നെ കുറച്ചുകൂടെ വലുതായിട്ട് ABCDEF എന്ന് പറഞ്ഞു പാറ്റേൺ. ABCDF ആണ്. I എന്ന് പറയുന്നത് ഇതിന്റെ പോയിന്ററാണ്. J എന്ന് പറയുന്നത് ഇതിന്റെ പോയിന്ററാണ്. സ്ട്രിങ് ഇതാണ്. I = J = A ഒക്കെ മാച്ചാണ്. IB JB മാച്ചാണ് ഒക്കെ നമുക്കറിയാം. ABCD വരെ മാച്ചാണ്. AF ആയപ്പോ പ്രശ്നമായി. AF ആയപ്പോ പ്രശ്നമായപ്പോൾ J വന്ന് ആദ്യം നിന്നു, I വന്ന് മുമ്പോട്ടും പോയി. കണ്ടോ? J വന്ന് ആദ്യം നിന്നു, I വന്ന് മുമ്പോട്ട് പോയി. ഇനി I മുമ്പോട്ട് പൊക്കോണ്ടേയിരിക്കും. പക്ഷെ J മുമ്പോട്ട് പോകണമെങ്കിൽ മാറ്റാം. I മുമ്പോട്ട് പോയി, മിസ്മാച്ചാണ്. അത് പിന്നെ നിങ്ങൾ ആ ഫിഗർ നോക്കുക. ഇത് ഞാനിവിടെ അത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ബോൾഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. IB ആണ്. JA മിസ്മാച്ചാണ്. IC പിന്നെയും അപ്പം മിസ്മാച്ച് ആയപ്പം J മാറുകയല്ല അവിടുന്ന്. J അങ്ങനെ തന്നെ നിൽക്കും. CA നോക്കി, ഇല്ല. പിന്നെ A വന്നു, C എടുത്തു. പിന്നെയും എന്താ പറയണ്ടേ, B വന്നു. IB വന്നു കഴിഞ്ഞപ്പോൾ I = B, പിന്നെ JB മാച്ചായിട്ട്. അത് കഴിഞ്ഞ് I = C, I = A, I = A വരും. I = A വരുമ്പോൾ ഈ J A മാച്ചാണ്. I = A വരുമ്പോൾ, അതായത് B C വരെ രക്ഷയില്ല. ഇവിടെ A വരുമ്പോഴത്തേന് ഈ Aയുമായിട്ട് മാച്ചായി, Jയുമായിട്ട് മാച്ചാവും. പിന്നെ B മാച്ച്, C മാച്ച്, D മാച്ച്, FF മാച്ച്, EBC. എത്തുന്നിടത്തോളം ഇത് തന്നെ ചെയ്യാൻ നോക്കുക. തിയറി നമുക്ക് ഒടുങ്ങിയാന്ന് വായിക്കാം. ഇത് KMD അൽഗോരിതം. ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഞാനിപ്പോ പറയാം, പിന്നെ നിങ്ങൾ ആ സ്ലൈഡ് ഒന്നുകൂടെ നോക്കുക. AB ഇതൊരു വലിയൊരു സ്ട്രിങ്. ഈ സ്ലാഷ് ഒക്കെ C നിങ്ങൾ കൊടുക്കണ്ട. സ്ലാഷ് C അത് നിന്നപ്പോഴത്തേത് ഞാൻ കൊടുക്കാം. AB ഇതിപ്പം J, ഇതിനകത്ത് 1 2 3 4 5 എന്ന് പറയുന്ന ഇൻഡെക്സും കൊടുത്തിരിക്കുന്നു. ഇവിടെ എൻ്റർ ചെയ്യുന്നതിന്റെ കൺസെപ്റ്റ് ഇതാണ്. ഒരു ലെറ്റർ എൻ്റർ ചെയ്യുമ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ 0 എന്ന് കൊടുക്കും. അപ്പൊ A എൻ്റർ ചെയ്യും, ഇതുവരെ കണ്ടിട്ടില്ല, 0. B എൻ്റർ ചെയ്തു,
0. പിന്നെ അത് കഴിഞ്ഞ് എ എൻട്രി ചെയ്യും. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഡെക്സ് ചുമ്മാ വണ്ണെന്നിടുകയല്ല, അതിന്റെ ഇൻഡെക്സ് ഈ വണ്ണിന് ബി വന്നു കണ്ടിട്ടുണ്ട്. അപ്പൊ താഴെ നമ്പർ ഇടണം. ഏ നമ്പരാ? ഈ ഇൻഡെക്സിന്റെ 2 അല്ലാതെ ഇത് 1 കഴിഞ്ഞ് 2 ആണെന്ന് വിചാരിക്കരുത്. അതെ, ഇവിടെ 3 എന്നോ ഇവിടെ 3 എന്നോ വല്ലതാണ് കിടന്ന എഴുതായിരുന്നു, ഇവിടെ 3 എന്ന് തന്നെ വന്നേ 2. അതുപോലെ ഡിയുടെ കാര്യത്തിൽ ഡി ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, 0 എന്ന്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഈ ലെഫ്റ്റിൽ ഇവിടെ ഒരു 0 എന്നൊരു ഇൻഡെക്സ് ലെഫ്റ്റിലായിട്ട് പുറത്തായി. അതായത് സാധാരണ നമ്മൾ ആരെയും പറയുന്ന ആ 0. എന്നിട്ട് അത് J0. J0യും ഐ എന്ന് പറയുന്നത് ഇത് 1 എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഐയും J+1 കൂടെ കമ്പയർ. ഐയും J+1 കൂടെ കമ്പയർ ചെയ്ത് മുമ്പോട്ട് പോകും. എവിടെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ജെ ബാക്കിലേക്ക് വന്നിട്ട് പിന്നെ ഒന്നുകൂടെ കൂട്ടിയിട്ട് മറ്റേതായിട്ട് വരുന്നു. ഇല്ല എങ്കിൽ പിന്നെയും ജെയ്ക്ക് ബാക്കിലോട്ട് പോകാമെങ്കിൽ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയിട്ട് അത് ഇതുപോലെ സെയിം ആണോ എന്ന് നോക്കും. അപ്പോഴും ഐ മാറിയിട്ടില്ല. പക്ഷെ എങ്കിൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും മാച്ച് വരുന്നില്ലെങ്കിൽ, പിന്നെ ജെയ്ക്ക് പുറകോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഐ മുമ്പോട്ട് പോയി മാച്ച് ആകുന്നിടം കാണും. എന്നിട്ട് പിന്നെ പ്രൊസീഡ്. അതാണ് ഇപ്പൊ ഐ ബി ജെ ബി ഒക്കെ ശരി. സി വന്ന് ഡി മാച്ച് ആയില്ല. ഉടനെ എന്ത് ചെയ്തു? എ ഇങ്ങോട്ട് അല്ലെ 2 എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ എടുക്കും എ. ഐ മിസ്മാച്ച് ജെ. അത് കഴിഞ്ഞപ്പം അവിടെ ജെ ഒന്നുകൂടെ എടുത്ത് എ വന്നപ്പം ഐ സി ആണ്. ജെ ഇവിടെ വന്നു, അതായത് ജെ ഇവിടെ വന്നു, ഒന്നുകൂടെ എടുത്തപ്പോ എ മിസ്മാച്ചാ. ഉടനെ എന്നാ ചെയ്തു? ജെ പിന്നെയും പുറകോട്ട് ഇവിടെ വരും, എന്നിട്ട് ഒന്ന് കൂട്ടും. ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ ഈ 0 വരും, ഇവിടെ ഒന്ന് കൂട്ടും, എ ആണ്. അവിടെയും മിസ്മാച്ചാണ്. ഇനിയിപ്പം എ മൂവ് ചെയ്യേ പറ്റൂ. ഞാൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, മൂവ് ഐ ടു റൈറ്റ്. അങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേന് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇതിപ്പം എയിൽ വന്നു. പിന്നെ ഐ എ, ജെ എ, ഐ ബി എ, ജെ ബി എ, ഐ സി, ജെ മിസ്മാച്ചായി. ഉടനെ നമ്മള് ജെ 0യിലേക്ക് കൊണ്ടുവരും. മനസ്സിലായി? അപ്പം ജെ 0യിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ജെ ഏതാണ്ട് ആദ്യത്തെ പോർഷനിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. ചെയ്യുമ്പോൾ ജെ 0 ആണ്. ഐ സി ആണ്. J+1 എ. ഇപ്പൊ ജെ 0യിലാണ്, അല്ലാതെ ഇടയ്ക്കത്തെ 0യിലല്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. J+1 എ മിസ്മാച്ചായി. അപ്പൊ ഇനി ജെയ്ക്ക് പുറകോട്ട് പോകാൻ വയ്യ. അതായത് ഈ സംഭവം നടക്കുമ്പോഴത്തെ ജെ എന്ന് പറയുന്നത് അതായത് ഇവിടെ നിൽക്കുന്ന ജെ അല്ല, ഇവിടെ എത്തിയ ജെ ആണ്. അത് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയുള്ളൂ. അവിടെ എത്തിയ ജെ ആണ്. അപ്പം അവിടെ പുറകോട്ട് പോകാൻ വയ്യ. വയ്യപ്പോ ഐ മുമ്പോട്ട് പോയി. ഐ എ, J+1 എ, എ ബി. അതുകൊണ്ട് തീർന്നില്ല, ഡി മിസ്മാച്ച്. അപ്പോഴത്തെ ജെ ഇവിടെ, ആ ജെ ഇവിടെ എന്നുള്ളത് ശ്രദ്ധിക്കണം. ജെ ഇവിടെ വന്നു 2 വന്നു, അത് ഇങ്ങോട്ട് വരും. J+1 എ ആണ്, ഐ എ. പിന്നെ J+1 ബി, ഐ ബി. J+1 ബി, ഐ ഡി, ഇ ഡി. ഈ മാച്ചിങ് ആണ് ഇവിടെ. ഐ എ, ജെ ബി, ഐ എ, ജെ ബി, ഇ ഡി. ഈ മാച്ചിങ് ആണ് നടക്കുന്നത്. അത് നമ്മൾ തന്നെ. പിന്നത്താണ് ഞാൻ പറഞ്ഞ റോബിൻ കാർപ്പ് അൽഗോരിതം. അവിടെ നമ്മൾ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്, സിമ്പിൾ ആണ്, പാറ്റേൺ മാച്ചിങ് അൽഗോരിതം ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ടെക്സ്റ്റിലെ ഓരോന്നിനും നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കാം. ഇപ്പൊ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു 3, ടി ഈസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ വെറുതെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. എന്നിട്ട് ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ നോക്കും. പാറ്റേൺ നമുക്ക് കാണേണ്ടത് എ ബി ആണ്. സൈസ് ഓഫ് പാറ്റേൺ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൈസ് ഓഫ് ടെക്സ്റ്റ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എ എന്ന് പറയുന്ന ആ 3 എണ്ണം 1 + 1 + 1 3 ആണ്. എ ബി എന്ന് പറയുന്നത് 1 + 1 + 2 4 ആയിരിക്കുമല്ലോ. 1 + 1 + 3 ആണ്, നോ മാച്ച്.
പിന്നെയും എ എ, അതായത് ഞാൻ ഓരോന്ന് എടുക്കുന്ന അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് അണ്ടർലൈൻ കൊടുത്തു. ഫസ്റ്റ് ഒന്നെടുത്തിട്ട് അടുത്ത അണ്ടർലൈൻ കൊടുത്തു, അടുത്ത അണ്ടർലൈൻ കൊടുത്തു. ഇതിനെല്ലാം 3ആണ്, 4. അവസാനം ഇവിടെ വന്നപ്പോഴോ, ഇവിടെ വന്നപ്പം 1 + 1 2 + 2 4. ഈ ഹാഷ് കോഡ് സെയിം ആയിട്ട് വന്നു, മാച്ച് ഫൗണ്ട്. പക്ഷേ ഇത് പിന്നെ വേറൊരെണ്ണം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തതാണ്. ചൂടെ വലുതാണ്. അത് നിങ്ങൾ തന്നെ നോക്കുക. ഹാഷ് കോഡ് പറയാന്ന് പറയുമ്പോഴത്തേന് ഇവിടെ 1 2 3 ജെ വരെയുള്ള ഹാഷ് കോഡ് ഉണ്ട്. ABCD ABC എന്നുണ്ട്. BC എന്ന് പറയുമ്പോൾ അപ്പൊ ഈ രീതി പറയുമ്പോഴും BC സെയിം തന്നെ, രണ്ടും എന്താണ് BC എന്ന് പറയുന്ന പാറ്റേൺ B C 2 3 5 4 9 ആയിരിക്കും അല്ലെ. 2 3 5 5 10 BC. ഇത് 2 3 4 അല്ല 5 5 5 10 ആയിരിക്കും ഇതിന്റെ ഹാഷ് കോഡ്. ഇനി നമ്മൾ ഓരോന്നിന്റെ ഹാഷ് കോഡ് നോക്കുകയാണ്. ABC നോ മാച്ച്, BCD 2 + 3 + 4 9 നോ മാച്ച്, 3 + 4 + 1 8 നോ മാച്ച്, നോ മാച്ച്, നോ മാച്ച്. ഇവിടെ വന്നപ്പം 2 + 3 + 5 = 10 മാച്ച്. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ കിട്ടണം എന്നില്ല. സ്പ്യൂരിയസ് ഹിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. ഈ സ്പ്യൂരിയസ് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹാഷ് കോഡ് മാച്ച് ആകും, ബട്ട് നോ മാച്ച് ഇൻ ക്യാരക്ടർ. ക്യാരക്ടർ മാച്ച് ആകില്ല, ഹാഷ് കോഡ് മാച്ച് ആകും. അതെങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ എടുത്തു കഴിയുമ്പം CCA AED BA എന്ന് പറഞ്ഞു കഴിയുമ്പോൾ CCA 3 3 6 7. ഇവിടെ ഹാഷ് കോഡ് എന്ന് പറയുന്നത് A1 B2 2 3 D4 7. ഇത് രണ്ടും മാച്ചാണ്, പക്ഷെ ക്യാരക്ടേഴ്സ്. ഇത് രണ്ടും മാച്ചാണ്, ക്യാരക്ടേഴ്സ് വേറെ. അപ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിച്ച ആ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് പവർ. മനസ്സിലായ? ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് പവർഫുൾ. അപ്പൊ നമ്മളൊരു പവർഫുൾ ഹാഷ് ഫംഗ്ഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇവിടെ ഇപ്പൊ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 10 ലെറ്റർ ഉണ്ടെന്നുള്ള കൺസെപ്റ്റിൽ 10 ബേസ് ആക്കി ഇട്ടു. എന്നിട്ട് മറ്റേ നമ്പേഴ്സ് 4ഉം 1 2 3 4 തന്നെ കൊടുക്കും. എന്നിട്ട് DBA എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ നമ്പർ കൊടുക്കുമല്ലോ. ഇപ്പൊ 1 0 1 ഫസ്റ്റ് പൊസിഷൻ 1, അടുത്തത് 2, ഇപ്പുറത്തത് 4. അതായത് നമ്മൾ പറയല്ലേ ഇപ്പൊ കാര്യമില്ല, 1 0 1 = നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് 1 2 3. അത് മിക്കവാറും 5 ആയിരിക്കും. ഇവിടുത്തതിന് 1 അല്ലെ, 2ന്റെ പൊസിഷൻ ഇല്ല. അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെ. 2 അതിനെ ഇച്ചിരൂടെ നീറ്റായിട്ട് എഴുതിയാല് 0, അതായത് ഫസ്റ്റ് 0th പൊസിഷനിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. പിന്നെ അടുത്ത സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ 1 ആയിരിക്കും. അടുത്ത പൊസിഷനിൽ അതിന്റെ വാല്യൂ 2 ആണ്, പക്ഷെ അതില്ല. പിന്നെ അതിന്റെ പൊസിഷനിൽ 4 ആണ്. അതായത് റഫായിട്ട് എഴുതിയാല് ഇങ്ങനെ നിങ്ങൾ എക്സാമിന് എഴുതണ്ട, 4 അവിടെ വരും. പിന്നെ നടുക്കത്തേതുണ്ട് അല്ലെ, 1 2 ഉണ്ടെങ്കിലും അത് ശരിക്കും അവിടെ ഇല്ല. +1 = 5 അല്ലെ. 4 + 1 5. എക്സാമിന് ഈ പറയുന്ന സാധനമൊന്നും എഴുതി വെക്കണ്ട, ഞാൻ നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞതന്നെ ഉള്ളൂ. അപ്പം ഇങ്ങനെ കൊടുത്തു. ഇത് വേണമെങ്കിൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം കൊടുക്കാം. ഇങ്ങനെ കൊടുത്ത് ബേസ് 10 ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പം ഒന്നാമത്തെ ഇതുപോലെ നോക്കാം. ഒന്നാമത്തെ പൊസിഷനിൽ ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ 1 2 3 4 നമ്പറുമായിട്ട് ബന്ധമില്ല. 1 2 3 4 എന്നാണ്. അപ്പൊ ഇത് D4 ആണ്.
പക്ഷെ D4 കൊടുക്കുന്നതിന് പകരം 4 ഇൻറ്റു ആ പൊസിഷൻ വെച്ച് 10⁻². അതായത് 0, 1, 2 എന്നുള്ളതാണ്. D മൂന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്നു 4 ഇൻറ്റു 10⁻². പിന്നെ മറ്റേത് B രണ്ടാമത്തെ പൊസിഷൻ 2 ഇൻറ്റു 10⁻1. A അടുത്ത പൊസിഷൻ 1 ഇൻറ്റു 10⁻0, 421. അപ്പൊ ആ 421 ആണ് DBA. ഇനി നോക്കി, നമ്മൾ മുമ്പത്തെ CCA എടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ 3 ഇൻറ്റു 10⁻2 പ്ലസ് 3 ഇൻറ്റു 10⁻1 പ്ലസ് 1 ഇൻറ്റു 10⁻0, ദാറ്റ് 331. അപ്പൊ ഇത് തമ്മിൽ മാച്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്പൂരിയസ് ഹീറ്റിന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്ന രീതി ഇതാണ്. ഓക്കെ, ഇനി നോക്കാം മറ്റേ പ്രോബ്ലം ഒന്നുകൂടെ നോക്കാം. അതായത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ആണ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഇവിടെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അൽഗോരിതത്തിന് കുറച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇത് ശരിക്കും ഇത് ബാക്ക് ട്രാക്കിങ്ങിന്റെ എലമെന്റ്സും കൂടെ ചേർന്ന് ചേരുകയും, എന്നാൽ ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഇതൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് രീതി. അതായത് ഒരു നോഡ് കഴിഞ്ഞാൽ താഴത്തെ 2 ലൈൻ നോഡാണ്. അപ്പൊ ഏത് ലൈൻ നോഡ് സെലക്ട് ചെയ്യണമെന്ന് അൽഗോരിതം കൃത്യമായിട്ടൊന്നും പറയുന്നു. നമ്മൾ അതിനകത്തൊരു ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ലെസർ യു ലെസർ സി എന്ന് പറയില്ല. അത് നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. നിങ്ങളത് ഏതായാലും അത് ഈ പ്രോബ്ലത്തിന്റെ ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരുവിധം ബാക്ക് ട്രാക്കിങ്ങും ബ്രാഞ്ച് ആൻഡ് ബൗണ്ടും ഈ കോംപ്ലക്സിറ്റിയുടേതും നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ എല്ലാ ഇതും ഇതിനകത്ത് വരുന്നുണ്ട്. നോക്കാം, ഞാൻ ഒന്നുകൂടെ പറയാണ്. ഇപ്പൊ നമ്മുടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയുള്ള ഒരു ട്രീ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്നാപ്സാക്കി തന്നെ P1, P2 നമുക്ക് നെറ്റ് കണക്ഷൻ പോലെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം അപ്പൊ ഇങ്ങനെ വാല്യൂ വന്നു. ഈ വാല്യൂ വന്നു കഴിഞ്ഞപ്പോൾ C(1) -38 U(1) -32 വന്നു. അതായത് നമുക്ക് ഫ്രാക്ഷൻ എടുക്കാം. ഇതിനകത്ത് ഫ്രാക്ഷൻ എടുക്കാവുന്നതുകൊണ്ട് 15 ആകത്തക്ക വിധം ഇതിന്റെ വെയിറ്റ് എടുത്തു. 2, 4, 6, 6, 12, 9ൽ 3 എടുത്ത് 15. ഇത്
ഇവിടെ ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് ഇതാണ് നിങ്ങളുടെ ഓപ്റ്റിമൈസേഷനും ഡിസിഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇതിന്റെ തിയറി അല്ല, എന്റെ ഇത് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേന് യെസ് ഓർ നോ അല്ല, ഫ്രാക്ഷനും ഇടില്ല. ഇവിടെ ഇപ്പം 2, 4, 6, 3/9, 2, 4, 6, 6, 12, 9, 3 എടുത്ത് 15. മനസ്സിലായി? അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പ്രോഫിറ്റും വന്നു. 10ഉം 10ഉം 12ഉം 32ഉം ഇതിന്റെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ ഫ്രാക്ഷൻ കിട്ടും. 2, 4, 12, 9ൽ 3, 3ൽ 1, 6, അത് വന്നിട്ട് 38. അപ്പൊ C(1) - 38ഉം U(1) - 32. പിന്നെ U(1) എടുക്കുമ്പോൾ ഫ്രാക്ഷൻ പാടില്ല, അത് ഡെസിഷൻ ആണ്. അവിടെ നമ്മൾ വെയിറ്റ് എടുക്കണമെങ്കിൽ 2 എടുക്കാം, 4 എടുക്കാം, 6 എടുക്കാം, 2, 4, 6, 6, 12 എടുക്കാം. 15 തികയില്ല, പക്ഷെ 9ൽ നിന്ന് നമുക്ക് 3 എടുക്കാനുള്ള പ്രൊവിഷൻ അവിടെ ഇല്ല. അപ്പൊ അവിടെ സൊല്യൂഷൻ സെറ്റ് 1, 1, 1, 0 എന്നുള്ള രീതി വരും. അവിടുത്തെ സൊല്യൂഷൻ 1, 1, 1, 0 എന്നുള്ള രീതി വരും. അപ്പൊ അങ്ങനെ വരുമ്പം അവിടുത്തെ ഇതെന്താന്ന് വെച്ചാൽ 10 + 10 + 12 -32. മൈനസ് എന്നുള്ളത് പ്രത്യേകം കൊടുത്തോണം നൊട്ടേഷൻ, -30. എന്നിട്ട് നമ്മൾ ഈ യു വാല്യൂ ഉണ്ടല്ലോ, അപ്പർന്നൊരു വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ദാറ്റ് അപ്പറിനെ ഈ യു വാല്യൂ ആയിട്ട് -32 അസൈൻ ചെയ്യും. അപ്പറിനെ -32 ആയിട്ട് അസൈൻ ചെയ്യും. ഈ അപ്പറിനെ ഇങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ട് പോകുന്ന നോഡുകളിൽ എവിടെങ്കിലും വെച്ചൊരു യു വാല്യൂ ലെസർ ദാൻ അപ്പർ കണ്ടാൽ ദാറ്റ് അപ്പർ ഈസ് അപ്ഡേറ്റഡ് ടു യു. അതുപോലെ തന്നെ ഇഫ് എനി ഓഫ് ദ സി ഗ്രേറ്റർ ദാൻ അപ്പർ ദാറ്റ് നോട്ട് ഗെറ്റ്സ് കിൽഡ്. കിൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്യൂൻസ് പ്രോബ്ലത്തിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് താഴത്തെ നോഡ് ഗെറ്റ്സ് കിൽഡ്. കാരണം ആ നോഡിലേക്ക് ഇനി പോകാനേ പോകുന്നില്ല. അപ്പം CO3 -32, സോറി CO3 -38, CO1 -38, U(1) -32, അപ്പർ -32 ഇങ്ങനെ നിർത്തിയിട്ട് താഴോട്ട്. ഇവിടെ x(1) = 1, x(1) = 0. ഇത് 0 ആണ്. ഇത് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം 2 എടുക്കാൻ പറ്റില്ല, 4ഉം 6ഉം. യുവിനെ സംബന്ധിച്ച് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, കാരണം 15 എടുക്കണമെങ്കിൽ 9ൽ 5 എടുക്കണം പറ്റില്ല, കാരണം 4ഉം 6ഉം കൂടെ 10 ഉള്ളൂ, 10 എടുത്തു. അപ്പോൾ ഈ പറഞ്ഞെടുത്ത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ എടുത്തു. U(3) എന്ന് പറയുന്നത് പിന്നെ 0ഉം 1, 1, 0ഉം ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ അത് 10 -22. C3യുടെ കാര്യത്തിൽ ഫ്രാക്ഷൻ എടുക്കാം, പക്ഷെ ഫസ്റ്റ് ഇനി എടുക്കാൻ പറ്റില്ല. ഫസ്റ്റിന്റെ ആ ഓപ്ഷൻ നമ്മൾ റിജക്ട് ചെയ്തു. അതാണ് ആ ഓപ്ഷൻ റിജക്ട് ചെയ്തിട്ട് പിന്നെ പ്രോഗ്രസ് ചെയ്യുക. അപ്പൊ ആ ഓപ്ഷൻ റിജക്ട് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇനി എടുക്കാൻ പറ്റില്ല, മറ്റടുത്ത് ഫ്രാക്ഷൻ. അപ്പൊ അവിടെ 0 ഉണ്ട്, 1, 1 ഉണ്ട്, 4ഉം 6ഉം ഉണ്ട്, പിന്നെ 9ൽ 5, 15. അതിന്റെ വാല്യൂസ് കിട്ടും. അപ്പം 0, 1, 1, 22, 9ൽ 5 എന്ന് പറയുമ്പോൾ ഇത് 10 വരും, -32. C3 -32 ആവും, U3 -22 ആവും. അപ്പൊ ഇവിടെ യു വാല്യൂ -22 ആണ്, പഴയ അപ്പർ -32. അപ്പൊ ഇപ്പോഴത്തെ യു വാല്യൂ -32-നേക്കാൾ ചെറുതല്ലാത്തത് കൊണ്ട് പിന്നെ അപ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അപ്പർ ഇപ്പോഴും -32 തന്നെ. അതുപോലെ തന്നെ സി വാല്യൂ -32 ആണ്. ഈ സി വാല്യൂ പഴയ അപ്പറിനേക്കാളും വലുതല്ലാത്തത് കൊണ്ട് ദാറ്റ് നോഡ് നോട്ട് ഗെറ്റ്സ് കിൽഡ്, അത് ലൈവ് നോഡ് ആയിട്ട് തന്നെ. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ലൈവ് നോഡ് ഉണ്ട്, 2ഉം 3, അല്ലെ? 2 ലൈവ് നോഡ് ഉണ്ട്, 2ഉം 3. ഈ 2 ലൈവ് നോഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ഈ 2 ലൈവ് നോഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അപ്പം എന്തെങ്കിലും ഒന്നിന്ന് പ്രൊസീഡ് ചെയ്യണം അൽഗോരിതം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റലിജന്റ് ഗസ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി? ഹ്യൂറിസ്റ്റിക്സ് ആണ് അതിന്റെ നെയിം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു അതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നതിന്റെ ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇന്റലിജന്റ് ഗസ് വഴിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അവിടെ നമ്മൾ ലെസർ സി എടുക്കും.
ഇത് ലെസ്സർ സി. ഈ ലെസ്സർ സി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെത് സി എന്ന് പറയുന്നത് -32 ആണ്, ഇത് -38. നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മാറ്റും. ഇവിടെ ഒരു മാറ്റവും വരുന്നില്ല, കാരണം ഇത് 1 ആണ്. 1 ആയപ്പോഴത്തെ കണ്ടതാണ് ഇത്. അത് പിന്നെ നിങ്ങൾ തന്നെ നോക്കും. 1 എടുത്ത് കഴിഞ്ഞ് പിന്നെ എല്ലാം സെയിം ആണ്. ഈ സൈഡിൽ ഒരു മാറ്റവും വരുന്നില്ല, സെയിം ആയിട്ട് പോകും. ഇവിടെ സെയിം ആണ്. അത് കഴിഞ്ഞ് ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റിൽ ഇവിടെ ഒരു മാറ്റവും ഇല്ല, സെയിം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെയിം ആണ്. അത് എഴുതാൻ ഇടയില്ലാത്തതുകൊണ്ടാണ് സെയിം നോട്ട്. ഇവിടെ സെയിം ആണ്. ഇവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ C2 വ്യത്യാസം ഇങ്ങോട്ട് വന്നപ്പം 1ഉം 0ഉം. അത് 1ഉം 0ഉം എടുക്കണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ യു വാല്യൂ എടുക്കണം, ഫ്രാക്ഷൻ എടുക്കാം. അപ്പം 1ഉം 0ഉം എടുത്തു കഴിഞ്ഞപ്പോൾ യു വാല്യൂ എടുക്കുന്നത് നോക്കാം. 1ഉം 0ഉം അല്ലേ? അപ്പൊ 2 എടുത്തു. ഇനി വേണമെങ്കിൽ 6 എടുക്കാം. യുവിന്റെ ഞാൻ പറഞ്ഞ 8. പക്ഷെ 9ൽ 7 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം യു ഫ്രാക്ഷൻ പറ്റിയല്ല, അല്ലേ? അപ്പം യു വാല്യൂ എന്ത് ചെയ്യും? യു വാല്യൂ എന്ന് പറയുന്നത് 1ഉം 0ഉം ഇതും എടുത്തു കഴിഞ്ഞ് അപ്പം ഇതിന്റെ വാല്യൂ -22 എന്ന് വരും, അല്ലേ? 1 എടുക്കാം, 2, 0 എടുക്കത്തില്ല, 1 എടുക്കാം, 6ഉം 2ഉം 8. പിന്നത്തെ എടുക്കാൻ പാടില്ല, 1 0 1 0 -22 1 0 1 0 1 10 12 22 -22. യു ഓഫ് 5 -22. സി ഓഫ് 5ൽ ഫ്രാക്ഷൻ എടുക്കാം, പക്ഷെ അപ്പോൾ ഈ 1 0 എന്നുള്ളത് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. 1 0 1 0 2 എടുത്തു, 6 എടുത്തു, 8 എടുത്തു, അപ്പൊ 8 ആയി. പിന്നെ 9ൽ 7ഉം കൂടി എടുത്തു, 7/9. അപ്പൊ നമ്മൾ അതിന്റെ ഇത് വെച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. ആദ്യത്തെ 10, പിന്നത്തെ എടുക്കാൻ പാടില്ല, പിന്നത്തെ 12 22, പിന്നെ 7/9 എടുത്ത് 10 ഇത് കൊടുത്തു. അപ്പം എന്തോന്നു, അതെ, അത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ്. 7/9 14 വരും, 14 12 36 -36 ഇവിടെ വന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കാം. -36 വന്നു. അപ്പൊ സി ഓഫ് 5 -36 ആണ്, യു ഓഫ് 5 -22 ആണ്. അപ്പൊ സി ഓഫ് 5 -36 ആണെങ്കിൽ യു ഓഫ് 5 -22 ആണ്. അപ്പൊ ഈ വാല്യൂ ഈ അപ്പറിനേക്കാൾ ചെറുതല്ല, അതുകൊണ്ട് അപ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സി വാല്യൂ അപ്പറിനേക്കാളും പിന്നെ ഇതുണ്ട്, ഈ സി ഓഫ് 5 അല്ലെ, ഇതിനേക്കാളും വലുതല്ല. ഈ സി ഓഫ് 5 എന്ന് പറയുന്നത് -36 ആണ്, അപ്പർ -32 ആണ്. അതുകൊണ്ട് സി ഓഫ് 5 അപ്പറിനേക്കാൾ വലുതുമല്ല. അപ്പൊ സി ഓഫ് 5 പിന്നെ ലൈനോടി കിടക്കുകയും ചെയ്യും, അപ്പർ ഇപ്പോഴും -32 ആയിട്ട്. അപ്പൊ ഇവിടെ ഇത് 2 ലൈനോടാണ്, ഇവിടെ വാല്യൂ ഒന്നും മാറ്റമില്ല, 2 ലൈനോടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ലൈനോട് കൂടെ മുമ്പോട്ട് പോകണം. പഴയ പോലെ തന്നെ നമ്മൾ ഇവിടുത്തെ സി വാല്യൂ -36 ആണ്, ഇവിടുത്തെ സി വാല്യൂ ഇതേ സി വാല്യൂ താഴോട്ട് വരുന്നതാണ് -38 ആണ്. ലെസ്സർ സി. ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകും. ഇവിടെ നിന്ന് മുമ്പോട്ട് പോയാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ലേ? ഇവിടെ റൈറ്റ് 0 ഇട്ടു, റൈറ്റ് 0 ഇട്ടപ്പം സി ഓഫ് 7. സി ഓഫ് 7 എന്ന് പറയുന്നത് നോക്കുക, 1 1 0 അല്ലെ, 1 1 0. പിന്നെ നമ്മുടെ ഓപ്ഷനാണ് 1 1 0 എടുത്തു കഴിഞ്ഞ് വേണമെങ്കിൽ 1 1 0 1 എടുക്കാം, കാരണം ഫ്രാക്ഷൻ 1 1 0 1 എന്നെടുത്താൽ 15 ആവും. അപ്പൊ യുവിനും സിക്കും അതെടുക്കാം, കാരണം യുവിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാക്ഷൻ ഇല്ലാതെ തന്നെ 15 കിട്ടും, 1 1 0 1. സിയെ സംബന്ധിച്ചും ഫ്രാക്ഷൻ ഇല്ലാതെ 15 കിട്ടും, 1 1 0 1 1 1 0 1. 1 1 0 1. ഇത് ലെഫ്റ്റ്, അതവിടെ നിൽക്കട്ടെ. റൈറ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്തു, റൈറ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്തപ്പം ഇത് 0 ആണല്ലോ, ഇവിടെ വന്നു, ഇവിടെ റൈറ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്തു, C9 ആണ്. 1 1 0 0 1 1 0 0 എന്ന് പറയുമ്പോഴത്തേന് 10 10 -20 ആയിട്ട് C9 C9 -20. പിന്നത്തെ അപ്പുറം നോക്കുന്നതിന് മുമ്പ് തന്നെ ഈ C9 -20 ആയിട്ട് വരുമ്പോൾ ഇപ്പോഴുള്ള അപ്പർ എത്ര? -32.
ഈ C9 മൈനസ് 32-നേക്കാളും വലുതായതുകൊണ്ട്, കാരണം C9 മൈനസ് 32 ആണല്ലോ, അപ്പർ മൈനസ് 32 ആണ്. അപ്പർ ഇവിടെ അതെ അപ്പർ അതെ ഇവിടെ പക്ഷെ ഇവിടെ അപ്പർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. U7 വരുമ്പം 1101 ആണ് U7 വരും, മൈനസ് 38 ആണ്. അതുപോലെ തന്നെ ഇവിടെ 1101 മൈനസ് 38 ആവുന്നുണ്ട്, ലെസർ യു, അപ്പൊ അപ്പുറം മൈനസ് 38 ആണ്. C9 എന്ന് പറയുന്നത് മൈനസ് 20 ആണ്. ഇവിടെ വെച്ച് അപ്പർ അപ്ഡേറ്റ് ആകുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ, ഞാൻ പറയാൻ പറ്റുകയാണ്. അപ്പർ അപ്ഡേറ്റ് ആകുന്നുണ്ട്, C9 മൈനസ് 20 ആണ്. ഈ C9 ഇതിനേക്കാളും പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ C9 എന്ന് പറയുന്നത് മൈനസ് 20 ഇതിനേക്കാൾ വലുതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ നോഡ് ഗെറ്റ്സ് ഫിൽഡ്. ഫൈനലി വി സെറ്റിൽ ദാറ്റ് നോഡ് 1101. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പം എനിക്കറിയാം ഇത് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇപ്പം മറ്റേ എക്സാമ്പിളിന്റെയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. എങ്കിലും എനിക്ക് തോന്നുന്നു ഇച്ചിരി ബെറ്റർ മറ്റേത് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. കാരണം അതിനകത്ത് എല്ലാ കൺസെപ്റ്റും വരുന്നുണ്ട്. ഇതിൻ്റെത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. ഇന്നലെ നോക്കിയപ്പോഴ് ഈ ഒരു ഫിഗറാണ്. ഈ ഒരു ഫിഗർ ഇതിപ്പം ഇത് മുഴുവൻ ഇത് എത്ര ക്ലാരിറ്റി കാണുകയില്ല. നിങ്ങൾ ഈ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ ഫുൾ ആക്കാൻ നോക്കുക. ഈ ഫിഗറിന്റെ ഒരു തുടക്കത്തിലെ ആ താഴോട്ടുള്ള ആ ഡൗൺ എന്ന് പറയുന്ന സാധനമാണ് ഞാനിങ്ങനെ ഇതിനകത്ത് ഇപ്പം വരച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഇതിന്റെ ഐഡിയ ഇതാണ്. 1 2 3 4 ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് വന്നപ്പോഴത്തേന് ഈ ഗ്യാപ്പിന് പിന്നെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ റൈറ്റിലോട്ട് തള്ളി കഴിഞ്ഞപ്പോൾ 8 ഇവിടെ വന്നു. 1 2 3 4 5 6 8. പിന്നെ 9 10 പിന്നെ അങ്ങോട്ട് പ്രശ്നമാണ്. 7 11 എററുണ്ട്, 12 എററുണ്ട്. പിന്നെ അടുത്ത പല ഇത് അപ്പാക്കാം. അതായത് ഇതിപ്പം നേരെ ഇതിനെ റൈറ്റിലോട്ട് എടുക്കാം, ഇതിനെ താഴോട്ട് എടുക്കാം, ഇതിനെ ലെഫ്റ്റിലോട്ട് എടുക്കാം, ഇതിനെ ടോപ്പിലേക്ക് എടുക്കാം. ഇത് തന്നെ ഇത് വേറെടുത്തും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് സ്റ്റേജ് കാണിക്കുന്നത്, ഇവിടെ ഇതിനെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഈ ഒരു സ്റ്റേജ് വരും. അതായത് ഞാൻ കാണിച്ചത് ഈ ഒരു സ്റ്റേജിന്റെ കാര്യമാണ്. അവസാനത്തെ ഫിഗറിൽ അത് കാണിച്ചിരിക്കുന്നത്. അത് ലാസ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ സാധനത്തിനെ ഇതിനെ താഴോട്ടെടുത്തപ്പോൾ 12 മേടി വന്നു. 1 2 3 4 5 6 7 8 9 10 11 12 താഴെ 13 14 15. ഇങ്ങനെ ഇപ്പൊ ഇതാണ് കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഇത് വെച്ച് പറയാം. ഇനി നമുക്ക് ആ നാപ്സാക്കിനെ പറ്റി ഇതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. NP ഹാർഡ് ഇതെന്നുള്ളത്. NP ഹാർഡ് കംപ്ലീറ്റ് അത് ഇത് ഏതാണ്ട് ഒരു കംപ്ലീറ്റ് പിന്നെ തിയറിറ്റിക്കൽ പ്രോബ്ലം ആണ്. അതൊന്നുകൂടെ ഒന്ന് ഓർക്കാം. പിന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടും ബാക്ക് ട്രാക്കിങ്ങും ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ വേണം. ഏതായാലും ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, നമ്മുടെ അൽഗോരിതംസ് എല്ലാം 2 സെറ്റായിട്ട്, ഒന്ന് പോളിനോമിയൽ ടൈപ്പ് അൽഗോരിതം, എക്സ്പോണൻഷ്യൽ ടൈപ്പ് അൽഗോരിതം. ഇതില് പോളിനോമിയൽ ടൈപ്പ് അൽഗോരിതമാണ് ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്. ഓക്കെ, അത് പൊതുവെ എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് നീഡ് ഓൺലി ലെസർ റിസോഴ്സസ്. എക്സ്പോണൻഷ്യൽ ഇപ്പൊ ട്രാവൽ സേസ് പേഴ്സൺ ഉണ്ട്, പിന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. എന്താ പറയുന്നത്, നമ്മൾ മുമ്പേ കണ്ട 01 നാപ്സാക്ക് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഉണ്ടല്ലോ, അതെല്ലാം എക്സ്പോണൻഷ്യൽ. പക്ഷെ അവിടെ റിസോഴ്സസ് കൂടുതൽ വേണം, ടൈം കൂടുതൽ വേണം. പക്ഷെ ഇവിടെ ഇതുവരെ അൽഗോരിതം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പോളിനോമിയൽ ടൈം അൽഗോരിതംസും എക്സ്പോണൻഷ്യൽ ടൈം അൽഗോരിതംസും 2 ക്ലസ്റ്റർ ആയിട്ട് ഇതുവരെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടില്ല.
കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു, പക്ഷേ ഈ ഒരു എഫിഷ്യന്റ് ആയിട്ട് ലീനിയർ സെർച്ച് ഒരു പോളിനോമിയൽ ടൈമാണ്. ബൈനറി സെർച്ച്, ഇൻസർഷൻ സോർട്ട്, മെർജ് സോർട്ട്, ഇതൊക്കെ സിമ്പിൾ അൽഗോരിതംസ് ആണ്. അപ്പൊ ബൈനറി സെർച്ച് തന്നെ ഓർഡേർഡ് ആണ് അല്ലെ. എക്സ്പോണൻഷ്യൽ ടൈം വരുന്നതാണ് 0-1 ആൻസർ. അത് ശരിക്കും ട്രാവലിംഗ് സൈസ് സ്പേസ് ആണ്. ട്രാവലിംഗ് സൈസ് സ്പേസ് ഒക്കെ ഇപ്പം അതൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ പേജസ് ആൻഡ് പേജസ് ട്രാവലിംഗ് സൈസ് സ്പേസിന്റെ ഇത് വരുന്നുണ്ട്. സം ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കാര്യം പറഞ്ഞാൽ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. 1010 എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് 2468 ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് 8 കിട്ടത്തക്ക വിധം 2 എലമെന്റ്സിനെ സെലക്ട് ചെയ്യാന്ന് മാത്രമേ അത് പറയുന്നുള്ളൂ. പക്ഷെ അത് ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഗ്രാഫ് കളറിംഗ് ഞാൻ പറഞ്ഞല്ലോ, മാപ്പ് കൺസ്ട്രക്ഷനിലാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എത്ര പിന്നെ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് വെച്ച് മാക്സിമം എത്ര കൺട്രീസിനെ നമുക്ക് അപ്പം ബോർഡർ സെയിം കളർ വരാതെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ട്രാക്റ്റബിൾ, പോളിനോമിയൽ ടൈമിലാണ് ട്രാക്റ്റബിൾ ആണ്. സെർച്ചിങ് ഓഫ് ഓർഡേർഡ് സെറ്റ് സെർച്ച് ചെയ്യാനുള്ള ഒരു അതുപോലെ സോർട്ടിങ് ലിസ്റ്റ്. ടവർ ഓഫ് ഹാനോയ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ബുക്കിനകത്ത് നമുക്ക് ഒരു ടെക്സ്റ്റിനകത്ത് ആദ്യം പറയുന്നുണ്ട്. ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് സിമ്പിൾ, അതായത് നമ്മളിപ്പോ ഒറ്റ കാര്യം ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണ്. നാപ്സാക്ക് മാക്സിമൈസ് പ്രോഫിറ്റ്, അവിടെ ഫ്രാക്ഷൻ എടുക്കുന്നു, സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത്, ഓപ്റ്റിമൈസേഷൻ വാല്യൂസ്, മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ്, അല്ല മിനിമം കോസ്റ്റ്, മാക്സിമം കോസ്റ്റ്, ഇതൊക്കെ വരും. ഡെസിഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് എസ് ഓർ നോ പറയുന്നു, അതായത് ഗ്രാഫ് അൽഗോരിതത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് എസ് ഓർ നോ പറയുന്നതാണെന്ന് പറഞ്ഞു. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതംസ് ഇപ്പൊ നമ്മൾ കണ്ടു, നോൺ ഡിറ്റർമിനിസ്റ്റിക് അല്ലാത്ത പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടിരിക്കുകയാണ്. കൂടുതൽ അതിന് എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം അത് ഇതാണ്. കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം, കമ്പ്യൂട്ടേഷൻ that cannot be solved by algorithm. പിന്നെ പി ക്ലാസ്, അതിന്റെ ഡെഫിനിഷൻസ് ഉണ്ട്. പി ക്ലാസ് സോൾവ് ഇൻ പോളിനോമിയൽ ടൈം, സോർട്ടിങ്, സെർച്ചിങ്, ഷോർട്ടസ്റ്റ് പാത്ത്, നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ, നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ സബ്സെറ്റ് ആയിട്ട് പി എ കാണുന്നു. എ റിഡ്യൂസസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എ റിഡ്യൂസസ് വഴി ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുകയും അതേ അൽഗോരിതം പോളിനോമിയൽ ടൈമിൽ ബി സോൾവ് ചെയ്യും. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കൊണ്ട് എ സോൾവ് ചെയ്യാൻ പറ്റുകയും സെയിം അൽഗോരിതം ഒരു പോളിനോമിയൽ ടൈം കൊണ്ട് ബി അൽഗോരിതം എ റിഡ്യൂസസ് ടു ബി, തിരിച്ചു പറ്റുമെങ്കിൽ ബി റിഡ്യൂസസ് ടു എ. അങ്ങനെ വരുമ്പോൾ ആ രണ്ടെണ്ണത്തിന് നമ്മൾ പോളിനോമിയൽ ഈക്വലന്റ് എന്ന് പറയും. ഇവിടെ പറയുന്നുണ്ട് NP had a problem, NP had if every problem can be polynomially reduced to. അതിന്റെ ഒരു ഫിഗർ ഉണ്ട്, അതായത് NP ഹാർഡും കൂടെ ചേരുന്ന എണ്ണമാണ് NP കംപ്ലീറ്റ് എന്ന് പറയുന്നത്. NPയിലെ ഇതിനെ പോളിനോമിയൽ ആയിട്ട് റിഡ്യൂസ് ചെയ്യാമെങ്കിൽ അതിനെ NP ഹാർഡ് എന്ന് പറയും. എക്സ്പോണൻഷ്യൽ കൺവേർട്ട് ചെയ്യുന്ന എണ്ണത്തിനെ പോളിനോമിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാമോ, അതിന് സാറ്റിസ്ഫയബിലിറ്റി ഉണ്ട്. അതിനൊരു നമ്മളൊരു ഇതെടുത്ത് നോക്കി, 2⁵3 നോക്കി, അത് കഴിഞ്ഞിട്ട് അതിനൊരു ഇത് എന്താ പറയുക 0-1 നാപ്സാക്ക് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു 0-1-1 എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കി. എന്നിട്ട് ആ സൊല്യൂഷനെ അവിടെ എന്നിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതിനും നമുക്കൊരു ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റും. ഈ രീതിയിലാണ് അത് പറയുന്നത്. അപ്പം ഞാൻ ഈ സ്ലൈഡും ഇത് ചെയ്യുക. എന്തെങ്കിലും ഇതിനകത്ത് ഈ പറഞ്ഞ സ്ലൈഡിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പറയാ. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടാണുള്ളത്, ആ ക്ലാസ് വെച്ചിട്ട് ഗ്രാഫ് അൽഗോരിതത്തിന്റെ കുറച്ചും പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒന്ന് നോക്കാം. പിന്നെ ഇത് ശ്രദ്ധിച്ചാണ് ഇതിന്റെ ഈ ബാക്ക് ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ബാക്ക് ട്രാക്കിന്റെ ഈ പറയുന്നത് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതും എല്ലാം ഇട്ട് ഇതിനകത്ത് കാണിച്ചു. ഓക്കെ, നമുക്ക് എന്നാൽ